സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് മനുഷ്യരെ സ്റ്റുപ്പിഡാക്കി മാറ്റി ആണ്. നമ്മളെ സ്റ്റുപ്പിഡാക്കി മാറ്റിയതാണ്, വിഡ്ഢികളാക്കി മാറ്റിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഒരു അബ്സേർഡാക്കി മാറ്റി എന്നുള്ളതാണ് മാർക്സ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള മാർക്സിൻ്റെ ഒരു നിരീക്ഷണം. ഇറ്റ് ഹാസ് മെയ്ഡ് എസ് സോ സ്റ്റുപ്പിഡ്. ആ പ്രയോഗം വളരെ പ്രധാനമാണ്. ആൻഡ് വൺ സൈഡഡ്, ദാറ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓൺലി അവേഴ്സ് ഓൺലി വെൻ വി ഹാവ് ഇറ്റ് എന്നാണ്. ഒരു വസ്തു നിങ്ങളുടേതാവുന്നത് നിങ്ങളത് സ്വന്തമാക്കുമ്പോഴാണ് എന്ന ഒരു 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 കാഴ്ചപ്പാട് ഉണ്ടാക്കി തീർത്തുകൊണ്ട് മനുഷ്യരുടെ ജീവിതം മുഴുവൻ അപ്സൈഡായി മാറി എന്നതാണ് മാർക്സിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു വസ്തു നിങ്ങളുടെ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വന്തമാക്കലാണ്. വെൻ വി ഹാവ് ഇറ്റ്, വെൻ വി പൊസസ് ഇറ്റ് എന്നാണ്. നിങ്ങളത് സ്വന്തമാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു വസ്തുവിനെ ആസ്വദിക്കാൻ പറ്റൂ. സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് ഒരു വസ്തുവിൽ നിങ്ങൾക്ക് സൗന്ദര്യം കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് വസ്തു നിങ്ങളുടേതാവുന്നത്, മനുഷ്യരുടേതാവുന്നത് എന്നുള്ള വളരെ വിചിത്രവും അസംബന്ധ ജടിലവുമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് മാർക്സ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനെ പറ്റിയുള്ള മാർക്സിൻ്റെ ഒരു കാഴ്ചപ്പാട്. എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനസ്ക്രിപ്റ്റ്സിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ സെഷനിൽ ചർച്ച ചെയ്തത്. അത് കഴിഞ്ഞ ഒരു 10-20 പേജിന് ശേഷം ഉള്ള മറ്റൊരു ഭാഗമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂണിസം എന്ന തലക്കെട്ടിൽ. അത് മാർക്സ് കൊടുത്ത തലക്കെട്ടാണോ എന്നറിയില്ല, ആയിക്കോളന്നില്ല, നിർബന്ധമില്ല. ഇത് കയ്യെഴുത്ത് രൂപത്തിൽ ഉള്ള ഒന്നാണ്, മാനസ്ക്രിപ്റ്റ്സാണ്. അപ്പോൾ അത് പ്രസിദ്ധീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒന്ന് എന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നില്ല. കാരണം അതിൽ ഒരുപാട് തിരുത്തലുകളും ഒരുപക്ഷെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി വീണ്ടും എഴുതാൻ ഉദ്ദേശിച്ച് ഉള്ള കുറിപ്പുകളുമായിരിക്കണം അത്. പല സെൻറ്റൻസസും അപൂർണമാണ്. ചിലപ്പോൾ ചില ഞാൻ അന്ന് പറഞ്ഞ പോലെ ചില ഭാഗങ്ങളിൽ അടിവര ഒരുപാടുണ്ട്. അടിവരയല്ല, ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ട്. മാർക്സ് അടിയിൽ വരയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമുക്കറിയില്ല. വീണ്ടും ചിലപ്പോൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് അവ്യക്തതകളും ഒക്കെയുള്ള ഒരു നോട്ട്ബുക്കാണ് ഈ 1844 രണ്ട് പേരിൽ വന്നിട്ടുണ്ട്. ഒന്ന് 1844 മാനുസ്ക്രിപ്റ്റ്സ് എന്ന പേരിലും എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എന്നുള്ള പേരിലും ഇത് ഉണ്ട്. രണ്ട് തരത്തിൽ പറയാറുണ്ട്. അതിൻ്റെ ഈ ഭാഗം സത്യത്തിൽ ഒരുപക്ഷെ ഞാനിത് എൻ്റെ പേഴ്സണൽ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഗവേഷണ കാലഘട്ടത്തിലൊക്കെ വളരെ ഗൗരവത്തിൽ വായിച്ചിട്ടുള്ള ഒന്നാണ്. പിന്നെ അതിനുശേഷം ഒരു ദീർഘകാലം അതിനെപ്പറ്റി അത് വായിക്കാനൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം അത് വീണ്ടും എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മാർക്സിൻ്റെ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും പ്രധാനപ്പെട്ട, ആദ്യകാലത്ത് മാത്രമല്ല മാർക്സിൻ്റെ മുഴുവൻ ഒരു ബൗദ്ധിക ജീവിതത്തിൻ്റെ മുഴുവൻ എടുത്താലും ഒരുപാട് അടരുകളുള്ള പ്രസ്താവങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയുള്ള ഒന്നാണ് ഈ ഇപ്പം നമ്മൾ വായിക്കാൻ എടുത്തിട്ടുള്ള ആ ഭാഗം. 10 പേജോളം അല്ലേ, ഏതാണ്ട് 10 പേജോളം. അപ്പോൾ അതിൽ സത്യത്തിൽ പിന്നെ ഒരു സെഷനിൽ തീരാവുന്ന അത്രയും അല്ല അതിലുള്ളത്. അതിനേക്കാൾ കൂടുതൽ വിവക്ഷകളുള്ള
കുറിപ്പുകളാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഞാനത് രണ്ടാമത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ പർപ്പസിന് വേണ്ടി വായിച്ചപ്പോൾ എനിക്ക് വളരെ പ്രധാനമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ് ഞാനിതിൽ ഒരു ആമുഖം എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പേജ് 43 ഉള്ള, അത് പൊതുവെ എല്ലാവരും പറയത്തൊരു കാര്യമായിരിക്കും, ഈ കമ്മ്യൂണിസത്തെ പറ്റി മാർക്സിൻ്റെ ഒരു സങ്കല്പം എന്താണ് എന്നുള്ളത് പറയുന്ന ഒരു ഭാഗമാണ്. ഒരുപക്ഷെ മാർക്സ് അങ്ങനെ കമ്മ്യൂണിസത്തെ പറ്റി ഒരു സിദ്ധാന്തമൊന്നും അവതരിപ്പിച്ചിട്ടില്ല. നമ്മളൊരു കമ്മ്യൂണിസം എങ്ങനെയാണ്, ഈ രീതിയിലാണ് കമ്മ്യൂണിസം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയുടെ ഒരു സംഘടന എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും അങ്ങനെ ഒരു സിദ്ധാന്തമൊന്നും മാർക്സിൽ ഇല്ല. ഒരുപക്ഷെ നമ്മൾ സാധാരണ പറയാറുള്ള 1844 ശേഷം എഴുതപ്പെട്ട മെച്വർ എന്ന് വിളിക്കുന്ന മാർക്സിൻ്റെ കൃതികളിലൊന്നും കമ്മ്യൂണിസത്തെ പറ്റിയൊന്നും നമ്മൾ പരാമർശങ്ങൾ കാണില്ല. പക്ഷേ ഈ ഒരു മാനുസ്ക്രിപ്റ്റിലാണ് കമ്മ്യൂണിസം എന്നുള്ളതിനെപ്പറ്റി ഒരു സങ്കല്പം അവതരിപ്പിക്കുന്നത്. അതും ആ സങ്കല്പം എന്ന് പറയുന്നത് ഒരു സങ്കല്പം തന്നെയാണ് സത്യത്തിൽ. വേണമെങ്കിൽ നമുക്ക് ഇപ്പം സാധാരണ പലരും പറയാനുള്ളത് ഉട്ടോപ്പിയനാണ് എന്നൊക്കെ പറയുന്ന, നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത, നടപ്പാക്കാൻ കഴിയാത്ത ഒരു എന്താ പറയുക, സ്വപ്നം പോലെ, ഒരു സ്വപ്നാത്മകമായ അല്ലെങ്കിൽ ഉട്ടോപ്പിയനായിട്ടുള്ള ഒരു ആശയമാണ് മാർക്സ് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാറുണ്ട്. സാധാരണ ആളുകൾ പറയാറുള്ള ഒരു കാര്യം അത്. സോഷ്യലിസം വരെ നമുക്ക് ആലോചിക്കാൻ പറ്റും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സ്വപ്നം മാത്രമായിട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് സാധാരണ. അപ്പോൾ മാർക്സിൻ്റെ ഈ എഴുത്ത് നോക്കുമ്പോഴും കുറിപ്പുകൾ നോക്കുമ്പോഴും കമ്മ്യൂണിസത്തെ പറ്റിയൊരു സങ്കല്പം അവതരിപ്പിക്കുന്നുണ്ടാണ്. ആ സങ്കല്പം എന്താണെന്ന് ഒരു പാരഗ്രാഫിൽ മാർക്സ് പറയുന്ന, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇതിൽ തോന്നിയ ഒരു കാര്യം. അത് ഞാൻ പറയുന്നതല്ല, പലരും പറഞ്ഞിട്ടുള്ളതാണ്. മാനുസ്ക്രിപ്റ്റിൽ ഈ ഭാഗം പലരും ഉദ്ധരിക്കാറുമുണ്ട്. ഞാനതിൽ നീണ്ട സെൻറ്റൻസസ് ആണ്. മാർക്സ് ഈ എഴുത്ത് നിങ്ങൾ വായിച്ച എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന ഒരുപാട്, അതിനിടയ്ക്ക് ഇങ്ങനെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല നമ്മൾ. ഇത് ഇംഗ്ലീഷിലായിരിക്കില്ല ചിലപ്പോൾ ഇത് എഴുതിയിട്ടുണ്ടാവും. ഒറിജിനലി ഇത് എഴുതിയിട്ടുള്ളത് ജർമ്മനിലാണെന്ന് തോന്നുന്നു. അത് മുറിച്ച് എഴുതി കഴിഞ്ഞാൽ മാത്രമേ, മുറിച്ച് നോക്കിയാൽ മാത്രമേ അതിൻ്റെ സെൻസ് നമുക്ക് കിട്ടൂ. അത്രയും നീണ്ടതാണ് അതിനകത്ത്. പക്ഷേ അത് ഞാനൊന്ന് ചുരുക്കാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ്. കമ്മ്യൂണിസം ഈസ് എ ജെനുവിൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് മാർക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സിലാണ് ആ സ്ക്രിപ്റ്റിൽ കാണുന്നത്. കമ്മ്യൂണിസം ഈസ് എ ജെനുവിൻ റെസൊല്യൂഷൻ ഓഫ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ ആൻഡ് ബിറ്റ്വീൻ മാൻ ആൻഡ് മാൻ, ദ ട്രൂ റെസൊല്യൂഷൻ ഓഫ് ദ സ്ട്രൈഫ് ബിറ്റ്വീൻ എസെൻസ് ആൻഡ് എക്സിസ്റ്റൻസ്, ബിറ്റ്വീൻ ഒബ്ജക്ടിഫിക്കേഷൻ ആൻഡ് സെൽഫ് കൺഫർമേഷൻ, between individual and the species, between freedom and necessity. Communism is the riddle of history solved എന്നാണ് അതിൻ്റെ അവസാനം. അതിന് ചില ഭാഗങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്, എൻ്റെ ചുരുക്കി പറയാൻ. ഒരുപക്ഷെ മാർക്സ് ഇതിൽ കൂടുതലൊന്നും കമ്മ്യൂണിസത്തെ പറ്റി പറഞ്ഞിട്ടില്ല. അതിനപ്പുറം അതെന്താണെന്നുള്ളതും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് അതിൽ 2-3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ചരിത്രത്തിൻ്റെ ഒരു വലിയൊരു വൈരുദ്ധ്യം പരിഹരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് കമ്മ്യൂണിസം എന്നാണ് മാർക്സ് പറയുന്നത്. റിഡിൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വൈരുദ്ധ്യം എന്ന് തൽക്കാലം പറയാമെന്നല്ലോ. കടങ്കഥ എന്നൊക്കെയാണ് ശരിക്കും റിഡിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു പ്രഹേളിക, ഉത്തരം കിട്ടാൻ പ്രയാസമായിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് റിഡിൽ എന്ന് നമ്മൾ സാധാരണ കടങ്കഥ എന്നൊക്കെ പറയുന്നതാണ്. റിഡിൽ ഓഫ് എ ഹിസ്റ്ററി സോൾവ്ഡ് എന്നാണ് മാർക്സ് പറയുന്നത്. ചരിത്രത്തിൻ്റെ ഒരു വലിയ ഒരു പ്രഹേളിക, ഒരു വൈരുദ്ധ്യം ആത്യന്തികമായി പരിഹരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് കമ്മ്യൂണിസം എന്നാണ് മാർക്സ്. ഈ വൈരുദ്ധ്യം എന്താണ്? പല ലെവലിലുള്ള വൈരുദ്ധ്യങ്ങളായിട്ടാണ് മാർക്സ് പറഞ്ഞത്. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ നെസസിറ്റി ആൻഡ് ഫ്രീഡം, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എക്സിസ്റ്റൻസ് ആൻഡ് എസെൻസ്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ individual and the species, conflict between man and nature. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം,
വ്യക്തിയും സ്പീഷീസും തമ്മിലുള്ള വൈരുദ്ധ്യം, എക്സിസ്റ്റൻസും അസ്തിത്വവും സത്തയും എസൻസും തമ്മിലുള്ള വൈരുദ്ധ്യം, അനിവാര്യതയും സ്വാതന്ത്ര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം, ഈ വൈരുദ്ധ്യങ്ങളുടെ പരിഹാരമാണ് ഈ റിഡിൽ, ഹിസ്റ്ററിയുടെ ഈ റിഡിലിൻ്റെ ഒരു പരിഹാരമാണ് കമ്മ്യൂണിസം എന്നാണ് മാർക്സിൻ്റെ വളരെ പ്രശസ്തവും വളരെ പ്രസക്തവുമായ ഒരു നിരീക്ഷണം കമ്മ്യൂണിസത്തെ പറ്റി. രണ്ടാമത്, ഞാനത് ഇത് മാത്രം വായിച്ചിട്ട് പിന്നെ അതിനൊരു വിശദീകരണം എന്താണെന്ന്. രണ്ടാമത് എനിക്ക് പ്രധാനമായി തോന്നിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പ്രധാനമെന്നല്ല, ഞാൻ പെട്ടെന്ന് ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു പക്ഷേ ഇത് ഇന്ന് നമുക്കൊരു ഡിസ്കഷൻ്റെ ഒരു ആമുഖരേഖ എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു നിരീക്ഷണം എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ടൈറ്റിൽ വളരെ ഉചിതമായ ഒരു ടൈറ്റിലാണ്. കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധമാണ് അതിൻ്റെ മുഴുവൻ വിഷയം. സ്വകാര്യ സ്വത്തും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂണിസം എന്നുള്ള ടൈറ്റിൽ ഉചിതമായ ഒന്നുമാണ് തലക്കെട്ട്. രണ്ടാമതൊരു സുപ്രധാനമായ ഒരു നിരീക്ഷണം പേജ് 45-ലാണ്. Private property has made us so stupid and one-sided that an object is only ours only when we have it എന്നുള്ളതാണ്. സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് മനുഷ്യരെ സ്റ്റുപ്പിഡാക്കി മാറ്റി ആണ്, നമ്മളെ സ്റ്റുപ്പിഡാക്കി മാറ്റിയതാണ്, വിഡ്ഢികളാക്കി മാറ്റിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഒരു അബ്സേർഡാക്കി മാറ്റി എന്നുള്ളതാണ് മാർക്സ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള മാർക്സിൻ്റെ ഒരു നിരീക്ഷണം. ഇറ്റ് ഹാസ് മെയ്ഡ് അസ് സോ സ്റ്റുപ്പിഡ്. ആ പ്രയോഗം വളരെ പ്രധാനമാണ്. ആൻഡ് വൺ സൈഡഡ്, ദാറ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഓൺലി അവേഴ്സ് ഓൺലി വെൻ വി ഹാവ് ഇറ്റ് എന്നാണ്. ഒരു വസ്തു നിങ്ങളുടേതാവുന്നത് നിങ്ങളത് സ്വന്തമാക്കുമ്പോഴാണ് എന്ന ഒരു 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 കാഴ്ചപ്പാട് ഉണ്ടാക്കി തീർത്തോട് മനുഷ്യരുടെ ജീവിതം മുഴുവൻ അപ്സൈഡായി മാറി എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു വസ്തു നിങ്ങളുടെ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വന്തമാക്കലാണ്. വെൻ വി ഹാവ് ഇറ്റ്, വെൻ വി പൊസസ് ഇറ്റ് എന്നാണ്. നിങ്ങളത് സ്വന്തമാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു വസ്തുവിനെ ആസ്വദിക്കാൻ പറ്റൂ. സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് ഒരു വസ്തുവിൽ നിങ്ങൾക്ക് സൗന്ദര്യം കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് വസ്തു നിങ്ങളുടേതാവുന്നത്, മനുഷ്യരുടേതാവുന്നത് എന്നുള്ള വളരെ വിചിത്രവും അസംബന്ധ ജടിലവുമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് മാർക്സ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതിനെ പറ്റിയുള്ള മാർക്സിൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് തുടർന്ന് ആ സെൻറ്റൻസ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ആൻ ഒബ്ജക്റ്റ് ഈസ് ഓൺലി അവേഴ്സ് ഓൺലി വെൻ വി ഹാവ് ഇറ്റ്, വെൻ ഇറ്റ് ഈസ് ഡിറക്ട്ലി പൊസസ്ഡ്, ഈറ്റൻ, ഡ്രിങ്ക്, വോൺ, ഇൻഹാബിറ്റഡ്, എക്സെട്ര. ഇൻ ഷോർട്ട്, വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ എസ്. നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആവുന്നത് എന്നുള്ളത്. ഇത് പല ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ആശയമാണ് സത്യത്തിൽ ഇവിടെ അവതരിപ്പിക്കാൻ മാർക്സ് ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു ഒബ്സർവേഷൻ അതിൻ്റെ അടുത്ത പേജിൽ 46-ാമത്തെ പേജിൽ, ദ ട്രാൻസെൻഡൻസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈസ് ദെർഫോർ ദ കംപ്ലീറ്റ് ഇമാൻസിപ്പേഷൻ ഓഫ് ഓൾ ഹ്യൂമൻ സെൻസസ്. മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളുടെ പൂർണ്ണമായ വിമോചനമാണ് കമ്മ്യൂണിസം. അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ട്രാൻസെൻഡൻസ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ അതിജീവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ നിങ്ങൾ മറികടക്കുമ്പോഴാണ്, അതിനെ അബോളിഷ് ചെയ്യുമ്പോഴാണ്, സ്വകാര്യ സ്വത്ത് ഇല്ലാതാവുമ്പോഴാണ് മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് എന്നാണ്. വിമോചിതമാവുന്നത്, ഇമാൻസിപ്പേഷൻ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വിമോചിതമാവുന്നത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതാവുമ്പോൾ മാത്രമാണെന്നുള്ളതാണ് മാർക്സിൻ്റെ മറ്റൊരു നിരീക്ഷണം. അത് 46-ാമത്തെ പേജിലാണ് ഈ ഒരു വാചകമുള്ളത്. മനുഷ്യർ വിമോചിതരാവല്ല, മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളാണ്. ഹ്യൂമൻ സെൻസസ് ബിക്കം ഇമാൻസിപ്പേറ്റഡ് ഓൺലി ഇൻ എ സൊസൈറ്റി വേർ ദർ ഈസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് മാർക്സിൻ്റെ മറ്റൊരു നിരീക്ഷണം. ഇത് പക്ഷേ ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക്സും കലയും മറ്റു വിചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഇത്. മറ്റൊന്ന് അതേ പേജിൽ തന്നെ ഉള്ള ഒരു ഇൻസൈറ്റാണ്. The forming of the 5 senses is a labor of the entire history of the world down to the present എന്നാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, മനുഷ്യരുടെ 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്
ആ ഇന്ദ്രിയങ്ങൾ രൂപപ്പെട്ടത് formation of the five senses of human beings is the labor of the entire history of the world down to the present. മനുഷ്യ ചരിത്രത്തിൻ്റെ മുഴുവൻ ഒരു സൃഷ്ടിയാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഇന്ദ്രിയങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ സെൻഷ്വസ് ആയിട്ടുള്ള ബോഡി. ഓക്കെ, മനുഷ്യരുടെ സെൻഷ്വസ് ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് ഇതപര്യന്തമുള്ള ഡൗൺ ടു ദ പ്രസൻറ്റ് എന്നാണ്. ഇതപര്യന്തമുള്ള മനുഷ്യ ലോക ചരിത്രത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ നിങ്ങളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗിഫ്റ്റ് അല്ല, നേരെ മറിച്ച് ഹിസ്റ്ററി ഉണ്ടാക്കിയ ഒന്നാണ്. ഓക്കെ, ചരിത്രം ആണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കുന്നത്, ഫോം ചെയ്യുന്നത് എന്നാണ് മാർക്സ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. ഒരു പക്ഷേ ഞാനത് ആലോചിച്ചൊരു കാര്യം, ഇപ്പം നമ്മൾ പല ചിന്തകളിലും കടന്നു വരുന്ന ഒരു ആശയമാണ് ഈ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ആർട്ടിഫാക്റ്റാണ് എന്നുള്ളത്, ഒരു നിർമ്മിതിയാണെന്നുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. മനുഷ്യരുടെ ശരീരം തന്നെ നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. അത് ചരിത്രം ഉണ്ടാക്കിയൊരു ശരീരമാണ് എനിക്കുള്ളത്, പ്രകൃതി തന്നൊന്നല്ല, നാച്ചുറൽ ബോഡിയല്ല, ഇത് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബോഡിയാണ്. ഈ ഒരു ആശയം എത്രയോ കാലം മുമ്പ് 1844 എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം, അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് മാർക്സ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിൻ്റെ തുടർച്ച വേണമെങ്കിൽ എംഗൽസൊക്കെ പിന്നീട് ഈ പാർട്ട് പ്ലേഡ് ബൈ ലേബർ എന്നുള്ള ആ ചെറിയ കുറിപ്പിൽ എംഗൽസ് പറയുന്നുണ്ട്, നിങ്ങളുടെ കൈകൾ എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ ഉപകരണം മാത്രമല്ല, അതിൻ്റെ ഉൽപ്പന്നം കൂടിയാണ്. ഇതൊക്കെ ഇതിൻ്റെ തുടർച്ചയായിട്ട് വായിക്കാവുന്നതാണ്. മാർക്സിൻ്റെ ഈ ഒബ്സർവേഷന് തുടർച്ചയായിട്ട് വായിക്കാം. വേണമെങ്കിൽ വീണ്ടും നീട്ടിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡി ഈസ് എ ടെക്നോളജിക്കൽ ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്ന ആശയം. ഇതിൻ്റെയൊക്കെ പിന്നിൽ മാർക്സിൻ്റെ ഈ വളരെ പ്രസിദ്ധമായ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. മനുഷ്യരുടെ ശരീരം എന്ന് പറയുന്നത് ഇന്ന് വരെയുള്ള ചരിത്രത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അതൊരു പ്രകൃതി നാച്ചുറലായിട്ടുള്ളൊരു ബോഡിയല്ല നിങ്ങളുടെ സെൻഷ്യസ് ബോഡി എന്ന് പറയുന്നത്, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. 46-ാമത്തെ പേജിലാണ് ഉള്ളത്. പിന്നെ ഒരു ആശയം, അത് വളരെ പ്രധാനപ്പെട്ടാണ്, നമുക്ക് മുഴുവൻ ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നാച്ചുറൽ സയൻസിനെ കുറിച്ചുള്ള ഒരു സാധനമാണ്. നാച്ചുറൽ സയൻസ് ഹസ് ഇൻവേഡഡ് ആൻഡ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ലൈഫ് all the more practically through the medium of industry and has prepared human emancipation, although its immediate effect had to be the furthering of the dehumanization of man. Nature, as it develops in human history, the genesis of human society, is man's real nature. Hence, nature as it develops through industry, even though in an estranged form, is ട്രൂ ആന്ത്രപ്പോളജിക്കൽ നേച്ചർ ആണ് മറ്റൊരു ഒബ്സർവേഷൻ ഉള്ളത്. ഇത് ഇൻഡസ്ട്രിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഇന്നത്തെ നമ്മളിപ്പോൾ പറയുന്ന ഇൻഡസ്ട്രിയുടെ ഒരു വളരെ പഴയൊരു രൂപമാണ് മാർക്സ് പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വ്യവസായം എന്ന് നമുക്ക് പൊതുവെ പറയാവുന്നതാണ്. മാർക്സ് ഇതിൽ നടത്തുന്ന നിരീക്ഷണം ചുരുക്കിയാൽ ഇൻഡസ്ട്രി ഈസ് റിയൽ ഹ്യൂമൻ നേച്ചർ എന്നാണ് മാർക്സ് പറയുന്നൊരു കാര്യം. അത് വളരെ പ്രധാനപ്പെട്ടൊരു നിരീക്ഷണമാകുന്നത്. ഇപ്പം നമുക്കിപ്പോൾ പല ചിന്തകളും പരിചയമുള്ള ആളുകൾക്ക് നമുക്കത് അറിയാം. അപ്പോൾ ഹൈഡഗറിനെ പോലുള്ള ആളുകൾ ടെക്നോളജി എങ്ങനെയാണ് മനുഷ്യരുടെ എസൻസിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മെഷീൻ എന്ന് പറയുന്നതിനെ പറ്റിയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ. മാർക്സത്തിൽ മെഷീൻ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, പക്ഷേ മെഷീനാണ് അന്നത്തെ ഒരു മെഷീൻ. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അപ്പം ഇതിന് ഞങ്ങൾ വേണമെങ്കിൽ ഇൻഡസ്ട്രി എന്ന ഭാഗത്ത് മെഷീനാക്കി കഴിഞ്ഞാൽ ഏറ്റവും പുതിയൊരു മെഷീനെ പറ്റിയുള്ള ഒരു ചിന്തയുമായിട്ട് അതെങ്ങനെ ചേർന്നത്. മെഷീൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ എസെൻസ് ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ആണ് മെഷീൻ എന്നുള്ള ഒരാശയത്തോട് അടുത്തെത്തുന്ന ഒരാശയമാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. തന്നെ മനുഷ്യൻ്റെ ബീയിങ്ങിൻ്റെ ഒരു എക്സ്പ്രഷനാണ്, നിങ്ങളുടെ ആയിരിക്കലിൻ്റെ ഉണ്മയുടെ ഒരു എക്സ്പ്രഷനാണ് ഇൻഡസ്ട്രി എന്നുള്ള ഒരാശയം മാർക്സ് ഇതിൽ അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതില്ല, ഒരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അതിൽ സംഭവിച്ചതെന്താ വെച്ചാൽ
അത് ഡീഹ്യൂമനൈസേഷൻ എന്നുള്ള വാക്കാണ് മാർക്സ് അതിൽ ഉപയോഗിക്കുന്നത്. ഡീഹ്യൂമനൈസേഷൻ്റെ ഒരു ഇടമായിട്ട് അത് മാറുന്നുണ്ട് ഇൻഡസ്ട്രി. എങ്കിലും മാർക്സിൻ്റെ വാദം എന്ന് പറയുന്നത് അത് ഹ്യൂമൻ എസൻസ് തന്നെയാണ്. അതായത് മനുഷ്യനെതിരായിട്ടുള്ള സാധനം എന്നല്ല ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനം. അത് മനുഷ്യരുടെ ബീയിങ്ങിൻ്റെ അതിൻ്റെ സൈറ്റാണ്, അതിൻ്റെ ഒരു ഇടമാണ് എന്നുള്ള ആശയമാണ് ഇതിൽ 47-ാമത്തെ പേജിലാണ് ഞാനിപ്പോൾ ഈ വായിച്ചതുള്ളത്. പിന്നെ ഒരു ഭാഗം കൂടി, പിന്നെ ഞാൻ കുറേ ഉണ്ട് എങ്കിൽ ഞാൻ ആ ഒരു വാചകം കൂടി പറഞ്ഞിട്ട് പിന്നെ കുറച്ച് അതിനെപ്പറ്റി പറയാം. 6-ാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കമ്മ്യൂണിസം ഈസ് ദ നെസസറി ഫോം and the dynamic principle of the immediate future. But communism as such is not the goal of human development, the form of human society. മനുഷ്യവികാസത്തിൻ്റെ ഒരു പരമോന്നത ഘട്ടമൊന്നുമല്ല കമ്മ്യൂണിസം എന്നാണ് മാർക്സ് പറയുന്നത്, വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അത് ലാസ്റ്റ് പേജ്, അതായത് 49-ാമത്തെ പേജിൽ അടുത്ത തലക്കെട്ട് തുടങ്ങുന്നതിന് നേരെ മുകളിലുള്ള വാചകം. കമ്മ്യൂണിസം ഈസ് ദ നെസസറി ഫോം ആൻഡ് ദ ഡൈനമിക് പ്രിൻസിപ്പിൾ ഓഫ് ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ആസന്നമായ ഒരു ഭാവിയുടെ അനിവാര്യമായ രൂപമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൈനമിക് പ്രിൻസിപ്പിളാണ്, വളരെ ക്രിയാത്മകമായ ഒരു തത്വമാണ് കമ്മ്യൂണിസം. അത് മനുഷ്യവികാസത്തിൻ്റെ ഒരു പരമോന്നത ലക്ഷ്യം അല്ല എന്നാണ് മാർക്സ് അതിൽ പറയുന്ന ഒരു വാചകം. ഈ ഒരു 6 കാര്യങ്ങളെക്കുറിച്ചുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ചിലത് ഈ പറഞ്ഞ പോലെ മാർക്സ് എഴുതിയ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അപ്പോൾ ഇതിൽ വളരെ ക്ലിയറാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ അവതരണത്തിൽ എന്താണ് ഏലിയനേഷൻ എന്നുള്ളതാണ് അല്ലേ, എന്താണ് അന്യവൽക്കരണം എന്ന് നമ്മൾ തൽക്കാലത്തേക്ക് അന്യവൽക്കരണം എന്നുള്ള വാക്കാണ് നമ്മൾ സ്വീകരിച്ചത്. പല വാക്കുകൾ വേണേൽ ഉപയോഗിക്കാം. ഏലിയനേഷൻ അല്ലെങ്കിൽ എസ്ട്രേഞ്ച്മെൻറ്റ് എന്നുള്ള വാക്കിന് അന്യവൽക്കരണം എന്ന് ഉപയോഗിക്കാം. അത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ തൽക്കാലം. അപ്പോൾ ഏലിയനേഷൻ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് അവതരിപ്പിക്കുകയാണ് മാർക്സ്. കഴിഞ്ഞ പിന്നെ നോട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മാർക്സ് ചെയ്തത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞത് അതാണ്. എങ്ങനെയാണ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഏലിയനേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഏലിയനേഷൻ്റെ പല തലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മനുഷ്യൻ ബോഡിയിൽ നിന്ന് തന്നെ ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നത്, നേച്ചറിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു, അതുപോലെ ആളുകൾ പരസ്പരം ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഏലിയനേഷനെ പറ്റിയുള്ള ഒരു അവതരണം ആണ് കഴിഞ്ഞ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാഗത്ത് മാർക്സ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ ഏലിയനേഷൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അബോളിഷനാണ് കമ്മ്യൂണിസം എന്നാണ്. ഏലിയനേഷൻ ഇല്ലാതാവലാണ് കമ്മ്യൂണിസം. അപ്പം ഇത് എന്താണ് ഇപ്പോൾ ഇത്? അപ്പം അതേ മാർക്സ് തന്നെ പറയുന്നുണ്ട്, ഇത് സാമൂഹ്യ വികാസത്തിൻ്റെ, മനുഷ്യരുടെ ഒരു വികാസത്തെ ഒരു യാത്രയായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ പോയിൻ്റൊന്നുമല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത്. മനുഷ്യവികാസത്തിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം ഒന്നുമല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ഡൈനമിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ഓക്കെ, മറ്റൊരു സമൂഹത്തിൻ്റെ, മറ്റൊരു തരം ജീവിതത്തിൻ്റെ ഡൈനമിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, തത്വമായിട്ട്, ക്രിയാത്മകമായൊരു തത്വമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്ന് പറയുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള മാർക്സ് ഇതിൽ ഒരു തരത്തിലുള്ള ഒരു കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് ആണ് ഇതിലുള്ളത്. ഈ കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഫാക്ച്വലായിട്ട് നമ്മുടെ ഇപ്പം നടക്കുന്നത് എന്താണോ, ഓക്കെ, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എന്താണോ, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതിനെയാണ് നമ്മൾ കൗണ്ടർ ഫാക്ച്വൽ എന്ന് പറയുന്നത്. വാട്ട് വുഡ് ഹാവ് ബീൻ അതർവൈസ്. ഓക്കെ, ഇതാണ് കൗണ്ടർ ഫാക്ച്വൽ. ഇത് പല തിയറിയിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരവസ്ഥ എങ്ങനെയാണ്. ഓക്കെ, കൗണ്ടർ ഫാക്ച്വൽ എന്താ അതിന് നല്ല മലയാളം എന്ന് എനിക്കറിയില്ല. ഒരു എതിർ വസ്തുതാപരമായി ചിന്തിക്കുക. ഓക്കെ, വസ്തുതയാണ് ഫാക്ച്വൽ എന്ന് പറയുന്നത് അല്ലേ. വസ്തുതാപരമായി ഇതൊക്കെയാണ് സ്ഥിതി. ഇപ്പോൾ മനുഷ്യർക്ക് സ്വകാര്യ സ്വത്തുണ്ട്, പിന്നെ ഏലിയനേഷൻ ഉണ്ട്, ആളുകൾ ജീവിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് വസ്തുത, നമ്മുടെ മുമ്പിലുള്ള ഫാക്റ്റ് ഇതൊക്കെയാണ്.
ഈ ഫാക്ടിനെ എതിരായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. മറ്റൊരു സമൂഹത്തിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരു സമൂഹം വരാൻ പോകുന്നൊന്നുമല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ഇത് കഴിഞ്ഞാൽ എന്തായാലും അടുത്തൊരു സമൂഹത്തിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ ഈ സാമൂഹ്യാവസ്ഥ കഴിഞ്ഞിട്ട് മനുഷ്യർക്ക് ഒരു ഇവല്യൂഷനായിട്ട് ഒരു പരിണാമം സംഭവിച്ചേ പറ്റൂ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം മാർക്സിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വേറെ പരിശോധിക്കാം. പക്ഷെ ഇതിൽ കാണുന്നത് ഈ ഒരു കൗണ്ടർ ഫാക്ച്വൽ എന്നുള്ള നിലയ്ക്കാണ് കമ്മ്യൂണിസത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു എതിർ വസ്തുതാപരമായ ഒരു ലോകമാണത്. അപ്പം ഇവിടെ ഉള്ളത് അല്ല അവിടുത്തെ സ്ഥിതി. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഈ ജീവിതത്തിൻ്റെ ഡൈനമിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു ഡൈനമിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. സ്വത്ത്, സ്വകാര്യ സ്വത്ത് തന്നെയാണ്. സ്വകാര്യ സ്വത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, സ്വകാര്യ സ്വത്തും പേഴ്സണൽ പ്രോപ്പർട്ടി തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് പ്രൊട്ടക്ഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് അവകാശം ഉണ്ടാവുന്നതിനെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഷർട്ട് എന്ന് പറയുന്നത് എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, അത് പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീട് എന്ന് പറയുന്നത് പേഴ്സണലാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മീൻസ് ഓഫ് പ്രൊട്ടക്ഷൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇതുണ്ടാവുന്നതിനെയാണ് സ്വകാര്യമായിട്ടുള്ള അവകാശം ഉണ്ടാവുന്നതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഉൽപ്പാദന ഉപകരണങ്ങളുടെ മുകളിലുള്ള സ്വകാര്യ ഉടമസ്ഥതയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പം ഇപ്പോഴത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ക്രിയാത്മകമായ തത്വം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ക്യാപിറ്റലിസ്റ്റ് എന്ന് മാർക്സിൽ ക്യാപിറ്റലിസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, അതും വളരെ പ്രധാനമാണ്. ഈ ഒരു സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതാവസ്ഥകളെ നിർണ്ണയിക്കുന്ന ക്രിയാത്മകമായൊരു തത്വമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എങ്കിൽ, കൗണ്ടർ ഫാക്ച്വലി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതിങ്ങനെ അല്ലാത്ത മറ്റൊരു വാട്ട് വുഡ് ഹാവ് ബീൻ അതർവൈസ്, ഓക്കെ, ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവിടെയാണ് മാർക്സ് പറയുന്നത് അതിൻ്റെ ഒരു ക്രിയാത്മകമായ തത്വമായിട്ട് നിങ്ങൾക്ക് കാണാവുന്ന കമ്മ്യൂണിസമാണ്. അങ്ങനത്തെ ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ക്രിയാത്മകമാക്കുന്ന ഒരു തത്വമായിട്ടാണ് കമ്മ്യൂണിസം എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഒരു കൗണ്ടർ ഫാക്ച്വൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന രീതിയിലാണ് മാർക്സ് ഇവിടെ കമ്മ്യൂണിസത്തെ അവതരിപ്പിക്കുന്നത്. അപ്പം അത് മാർക്സിലോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകളോ പലതരത്തിലുള്ള മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളോ ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം എന്നുള്ള ഒരു ഭാവിയെ പറ്റിയുള്ള ഒരു ചിന്ത ആയിക്കോണമെന്നില്ല. അത് തീർച്ചയായിട്ടും അതുണ്ട്, കാരണം ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൻ്റെ ഒരു നെസസറി ഫോമാണെന്നും മാർക്സ് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. എന്തായാലും ഒരു കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത്, ഈ കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ക്രിട്ടിക്കൽ തിയറിക്കും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഈ കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ജീവിതത്തെ വിമർശിക്കണമെങ്കിൽ ഇന്നത്തെ അല്ലാത്ത ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു അവസ്ഥയെ പറ്റിയുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ വിമർശനമുള്ളൂ. വിമർശനത്തിന് ഒരു തരത്തിലുള്ള ഉട്ടോപ്പിയ ഇല്ലാതെ പറ്റില്ല. ഉട്ടോപ്പിയ എന്നുള്ളൊരു വിമർശനമല്ല സത്യത്തിൽ. മാർക്സിസം ഒരു ഉട്ടോപ്പിയാണെന്ന് പറയുന്നത്, ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഇല്ലാത്ത നിലവിലില്ലാത്ത ഒന്നാണല്ലോ, സ്വപ്നമാണ്. അതൊരു കൗണ്ടർ ഫാക്ച്വലാണ്. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞൊരു കൗണ്ടർ ഫാക്ച്വലാണ്. നിലവിൽ വസ്തുതാപരമായി നിലനിൽക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ സങ്കല്പിക്കുന്നതിനാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഉട്ടോപ്പിയൻ എലിമെന്റ് എന്ന് പറയുന്നത് മാർക്സിന്റെ തിയറിയിൽ അനിവാര്യമായും ഉണ്ട്. കാരണം വെച്ചാൽ അതാണ് ക്രിട്ടിക്കൽ തിയറി ആക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്തെ വിശകലനം ചെയ്യാനേ പറ്റൂ, വിമർശിക്കാൻ പറ്റില്ല. വിമർശിക്കണമെങ്കിൽ അതിനെന്താണോ നിങ്ങൾ കാണുന്ന കുഴപ്പം, ആ കുഴപ്പമില്ലാത്തൊരു ലോകത്തെ നിങ്ങൾ കൗണ്ടർ ഫാക്ച്വലി ഇമാജിൻ ചെയ്തിട്ട് ചിലപ്പോൾ പറ്റുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരു എതിർ വസ്തുതാപരമായ ഒരു സങ്കല്പനം എന്ന രീതിയിലാണ് മാർക്സ് ഇവിടെ കമ്മ്യൂണിസം എന്നുള്ള ആശയം ഇതിൽ അവതരിപ്പിക്കുന്നത്. അതിലപ്പുറം അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളില്ല താനും. ഓക്കെ, പിന്നീട് വരുന്നുണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് വിൽ വിതർ അവേ എന്നുള്ള സങ്കല്പമൊക്കെ പിന്നീട് നമുക്കറിയാം. അത് രാഷ്ട്രം കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എന്നൊക്കെ പിന്നീട്. ഇതിലതൊന്നുമില്ല. ഈ സ്റ്റേറ്റ് വിൽ വിതർ അവേ എന്നുള്ള ഇതൊന്നും ഈ പറഞ്ഞ ഈ 1844 കുറിപ്പുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഈ കൗണ്ടർ ഫാക്ച്വലി നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് അതാണ് മാർക്സ് പറയുന്നൊരു കാര്യം. ഇങ്ങനെ എതിർ വസ്തുതാപരമായി ചിന്തിക്കുമ്പോൾ എന്താണ് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി നിലവിലില്ലാതെ വരുന്നൊരവസ്ഥ വരികയാണ്. ഓക്കെ, അപ്പം എന്താണ് അപ്പം സംഭവിക്കുന്നത്? പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾക്ക് പിന്നെ അവിടെ കാണില്ല, അല്ലേ? പല വൈരുദ്ധ്യങ്ങൾ, പല സംഘർഷങ്ങൾ, പല വൈരുദ്ധ്യങ്ങൾ അവിടെ റിസോൾവ് ചെയ്യപ്പെടുകയാണ്, പരിഹരിക്കപ്പെടുകയാണ്, അത് ഇല്ലാതാവുകയാണ്, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർവീര്യമാക്കപ്പെടുകയാണ്.
പരിഹരിക്കപ്പെടുക എന്നുള്ളതിനേക്കാൾ നല്ല വാക്കതായിരിക്കും. അത് നിർവീര്യമായി പോവുകയാണ്. എന്തൊക്കെ വൈരുദ്ധ്യങ്ങളാണ്? 2, 3, 4 വൈരുദ്ധ്യങ്ങളാണ് മാർക്സ് അതിൽ പറയുന്നത്. ഒന്ന്, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള വൈരുദ്ധ്യം. സമൂഹമല്ല, സ്പീഷീസുകൾ, ആ ജീവവർഗവും വ്യക്തിയും തമ്മിലുള്ള, ഇൻഡിവിജ്വലും ജീവവർഗവും തമ്മിലുള്ള, ജീവിവർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം. മറ്റൊന്ന്, സ്വാതന്ത്ര്യവും അനിവാര്യതയും എന്ന വൈരുദ്ധ്യം. അതായിരിക്കും ചിലപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. മറ്റൊന്ന്, അസ്തിത്വവും അല്ലെങ്കിൽ എക്സിസ്റ്റൻസും എസെൻസും തമ്മിലുള്ള വൈരുദ്ധ്യം. മറ്റൊക്കെ പിന്നെ നമ്മൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള വൈരുദ്ധ്യം, അതുപോലെ സെൽഫ് കൺഫർമേഷനും ഒബ്ജക്റ്റിഫിക്കേഷനും തമ്മിലുള്ള വൈരുദ്ധ്യം. അത് നമുക്കറിയാം. വസ്തു ഉണ്ടാക്കുന്ന സമയത്ത് ആ വസ്തു ഒക്കെ നമ്മുടെ ഏലിയനേഷൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. മറ്റു കാര്യം ഇതും പറഞ്ഞു നമ്മൾ, നെസസിറ്റി ആൻഡ് ഫ്രീഡം. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യം എങ്ങനെയാണ് നിർവീര്യമാക്കപ്പെടുന്നത്? ഇങ്ങനെ കൗണ്ടർ ഫാക്ച്വലി നമ്മൾ ചിന്തിക്കുമ്പോൾ, എതിർ വസ്തുതാപരമായി ചിന്തിക്കുമ്പോൾ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു സിസ്റ്റം നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ വൈരുദ്ധ്യത്തിന് നിലനിൽപ്പില്ല. അങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല. കാരണം ആ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് തന്നെ, ഈ ഒരു ചരിത്രത്തിൻ്റെ റിഡിൽ ഉണ്ടാകുന്നത് തന്നെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ്, സ്ഥാപനം ഉണ്ടാകുമ്പോഴാണ്. ഞാനത് പറയാം. അതായത് ഇപ്പോൾ അതിൽ ഈ അനിവാര്യതയും സ്വാതന്ത്ര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം എന്താണ്? ഇപ്പം നമ്മളത് കഴിഞ്ഞ അതിൽ പറഞ്ഞതാണ്. ഇപ്പം മേക്കിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ, മേക്കിംഗ് എന്ന് പറയുന്നത് നിർമ്മിക്കുക എന്നുള്ളത് മനുഷ്യരുടെ ജീവിവർഗ സ്വഭാവമാണ് എന്നാണ് മാർക്സ് കഴിഞ്ഞ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം. ഒരു സ്പീഷീസ് ആക്ടിവിറ്റിയാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ മേക്കിംഗ് ആണ്. പക്ഷേ മൃഗങ്ങളും മേക്കിംഗ് ഉണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞു. ഒരു കിളി കൂട് വയ്ക്കുന്നതോ അല്ലെങ്കിൽ ചിലന്തി വല നെയ്യുന്നതോ തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞു. ഈ മേക്കിംഗ് ആണ് മനുഷ്യരുടെ ഒരു ജീവിവർഗ സ്വഭാവമെങ്കിൽ, സ്പീഷീസ് ബീയിങ് എന്ന് പറയുന്നത് മേക്കിംഗ് ആണ്. മനുഷ്യർ മാത്രമേ മേക്ക് ചെയ്യുന്നുള്ളൂ, നിർമ്മിക്കുന്നുള്ളൂ. പല വ്യത്യാസങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പം ഭാഷയുള്ള മൃഗം, അല്ലെങ്കിൽ ചിന്തിക്കുന്ന മൃഗം, യുക്തി ചിന്തയുള്ള മൃഗം, സാമൂഹ്യ മൃഗം, പൊളിറ്റിക്കൽ മൃഗം അല്ലേ, രാഷ്ട്രീയ മൃഗം, ഇങ്ങനെ പലതരത്തിൽ മനുഷ്യരെ കാണാറുണ്ട്. പക്ഷെ മാർക്സിൻ്റെ ഇതിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, മാൻ ഇസ് എ ബീയിങ് ഓഫ് പ്രാക്സിസ് എന്നുള്ള ഒരു വാദമാണ്. പ്രാക്സിസ് എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞത്, പ്രാക്സിസും പൊയ്സിസും തമ്മിലുള്ള വ്യത്യാസം. അതായത് വ്യത്യാസത്തെ മറികടക്കുന്ന രീതിയിലാണ് മാർക്സ് ഈ സ്പീഷീസ് ബീയിങ്ങിനെ കാണുന്നത്. കാരണം മേക്കിങ്ങിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മേക്കിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം തന്നെ സെൽഫ് മേക്കിംഗുമാണ്. ഓക്കെ, വസ്തു ഉണ്ടാക്കുമ്പോൾ ആ വസ്തു എന്നെയും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു സങ്കല്പം. ലോകത്തെ നിർമ്മിക്കുന്നതിലൂടെ സ്വയം നിർമ്മിക്കുകയും ചെയ്യുന്ന ജീവിയാണ്. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വൺ സൈഡഡ് ആയിട്ടുള്ള സാധനമല്ല. ഒരു സബ്ജക്റ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ചെയ്യുന്നൊരു പണിയല്ല. അത് സബ്ജക്റ്റ് തന്നെ ഉണ്ടാകുന്ന ഒരു, നിങ്ങൾ ലോകത്തെ ഉണ്ടാക്കുന്നു, നിങ്ങൾ തന്നെ അതനുസരിച്ച് മാറുന്നു. കാരണം നിങ്ങളെ തന്നെ കാണുന്നത്, മാർക്സ് കഴിഞ്ഞ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ്, വി ഫൈൻഡ് അവർ സെൽഫ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ അവർ സെൽഫ് എന്നുള്ളതാണ്. എന്നെ കാണുന്നത് ഞാൻ തന്നെ നിർമ്മിച്ചൊരു ലോകത്താണ്. ഇപ്പോൾ ഈ കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നത് ഞാൻ തന്നെ നിർമ്മിച്ച ഒരു സാധനത്തിൻ്റെ മുകളിലാണ്. ഈ ഹാളിൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ലോകത്താകുന്നത്. അപ്പോൾ എൻ്റെ എക്സിസ്റ്റൻസ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ല, നേച്ചറിലല്ല ഞാൻ ജീവിക്കുന്നത്, ചരിത്രത്തിലാണ് ജീവിക്കുന്നത്. അത് ഫിസിക്കലി മാത്രമല്ല, എൻ്റെ വാല്യൂസ്, എൻ്റെ പേര് അല്ലേ, എൻ്റെ ബന്ധങ്ങൾ, ഞാൻ ജീവിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിസിക്കലി മാത്രമായിക്കൊള്ളുന്നില്ല. അത് അപ്പം മനുഷ്യർ ജീവിക്കുന്നത് അവർ തന്നെ നെയ്ത വലയുടെ ഉള്ളിലാണ്. ചിലന്തിക്ക് അതുണ്ടെന്ന് പറയാം, പക്ഷേ ചിലന്തി തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ അവരവർ തന്നെ ഉണ്ടാക്കിയ ലോകത്ത് ജീവിക്കുന്ന ആ ജീവിക്കലിനെയാണ് ചരിത്രത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ജീവിക്കുന്ന ചരിത്രത്തിൻ്റെ ഉള്ളിലാണ്, ചരിത്രമാണ് എൻ്റെ പാർപ്പിടം എന്നുള്ളതാണ് മാർക്സിൻ്റെ വാദം. ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് ബീയിങ്, നമ്മുടെ ബീയിങ്ങിൻ്റെ ചരിത്രപരത, മനുഷ്യർ ചരിത്രത്തിലാണ്, ഭൂമിയിലല്ല ജീവിക്കുന്നത്, നാച്ചുറൽ വേൾഡിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് ഒരു ചരിത്രത്തിനുള്ളിലാണ്. അപ്പോൾ ഈ ഒരു ജീവിതത്തെ സൂചിപ്പിക്കുന്ന വാക്കായിട്ടാണ് മാർക്സ് പ്രാക്സിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്.
അപ്പം അതിൽ മേക്കിങ്ങും ഉണ്ട്, സെൽഫ് മേക്കിങ്ങും ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഉൽപാദനവും ഉണ്ട്, സ്വയം ഉൽപാദനവും ഉണ്ട്, നിർമ്മാണവും ഉണ്ട്, സ്വയം നിർമ്മാണവും ഉണ്ട്. ഓക്കെ, വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കലുമുണ്ട്, സാംസ്കാരികമായിട്ടുള്ള ജീവിതമുണ്ട്, അത് മൂല്യങ്ങളെ ഉൽപ്പാദിപ്പിക്കലുമുണ്ട്. അപ്പം ഈ ഒരു സവിശേഷമായ ജീവിതമാണ് ഒരു പക്ഷേ മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു കാഴ്ച. അത് ഒരു പ്രൊട്ടക്റ്റിവിസം അല്ല. പലരും അത് അങ്ങനെ പറയാറുണ്ട്. മാർക്സിൽ ഒരു പ്രൊട്ടക്റ്റിവിസം ഉണ്ട്, എല്ലാറ്റിനെയും പ്രൊട്ടക്ഷനിലേക്ക് റെഡ്യൂസ് ചെയ്യാവുന്നത്. ആ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്കണോമിക് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി മാത്രമാണ്, വസ്തുക്കൾ ഉണ്ടാക്കൽ മാത്രമാണ്. പക്ഷെ മാർക്സ് പ്രൊട്ടക്ഷൻ എന്ന് ഉപയോഗിക്കുന്നത് ഈ സ്വയം നിർമ്മാണവും കൂടി ഉൾപ്പെടുന്ന ഓക്കെ ഒരു അർത്ഥത്തിലാണ് മാർക്സ് ഇതിലെങ്കിലും ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയറാണ്. അപ്പം ഈ പ്രാക്സിസ് ബീയിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജീവവർഗ സ്വഭാവം, മനുഷ്യരുടെ ഈ ജീവിവർഗ സ്വഭാവം എന്ന് പറയുന്നത് മാർക്സ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീഡമാണ് എന്നുള്ളതാണ്. ഓക്കെ, അതും നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ്. അതിൽ ഫ്രീഡം ഉണ്ട്. നേരെ മറിച്ചൊരു മൃഗം അല്ലെങ്കിൽ ഒരു ജീവി, മനുഷ്യരല്ലാത്ത ഒരു ജീവി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലാതെ, അത് നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഒരു ചിലന്തി വല നെയ്യുന്നതും നമ്മളൊരു വീടുണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അപ്പം നമ്മളുടെ ക്രിയേറ്റിവിറ്റിയിൽ, നിർമ്മാണാത്മകമായ ജീവിതത്തിൽ, സൃഷ്ടിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ സർഗാത്മകമായ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് സ്വതന്ത്രമായ ഒരു ജീവിതമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെയുണ്ട്. അപ്പം മേക്കിംഗ് എന്ന് പറയുന്നത് ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡം, ലേബർ ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡം എന്നുള്ളതാണ് മാർക്സ് പറയാൻ ശ്രമിക്കുന്ന കാര്യം. ഞാനത് പറഞ്ഞു, ഒരു പക്ഷേ ഗ്രീക്ക് സങ്കല്പത്തിലുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ള ആശയത്തോടുള്ള ഒരു വിമർശനാത്മകമായ ഒരു പ്രതികരണം കൂടിയാണ് മാർക്സ് അവിടെ നടത്തുന്നത്. കാരണം ഗ്രീക്ക് സങ്കല്പം അനുസരിച്ച് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആനിമൽ ആക്റ്റാണ്, നെസസിറ്റിയുടെ മണ്ഡലമാണ്. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവസന്ധാരണത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഇപ്പം മൃഗങ്ങൾ ഭക്ഷണം കണ്ടെത്തുന്നത് പോലെ, ഇര പിടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം കണ്ടെത്തുന്നത് പോലെയോ ഉള്ളൊരു പണി മാത്രമാണ് അധ്വാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അധ്വാനം എന്ന് പറയുന്നത് മനുഷ്യരെ മൃഗതുല്യരാക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, അധ്വാനിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ആക്റ്റാണ്. ഞാൻ മറ്റൊരു ഘട്ടത്തിൽ നിസാറാണ് എന്നോട് ഒരു ഘട്ടത്തിൽ പറഞ്ഞ് ഈ അധ്വാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് പലതും പറഞ്ഞെന്ന് തോന്നും. അധ്വാനം എന്നുള്ള വാക്കിന് തന്നെ ധ്വാനം എന്നുള്ളതും അധ്വാനം എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാത്തതെന്നാണ് അർത്ഥം. ധ്വാനം, ധ്വനി, ശബ്ദം. അപ്പോൾ അധ്വാനം എന്ന് പറയുന്നത് നമ്മൾ ലേബറിൻ്റെ മലയാളത്തിലാണ് ഉപയോഗിക്കുന്നത് ശരിക്കും. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ തെറ്റാണ്, ആ പരിഭാഷ തന്നെ തെറ്റാണ്. ലേബറും അധ്വാനം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ അതിൻ്റെ ഒരു അർത്ഥം വന്നത് ഇങ്ങനെയായിരിക്കും. കാരണം ലേബറിന് ശബ്ദമില്ല എന്നുള്ളതാണ്. നമുക്കത് എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് ഫ്രീഡമില്ല. അത് എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില സാധനങ്ങൾ ഉണ്ടാക്കുക. മൃഗം ചെയ്യുന്നത് അതേ പണി തന്നെയാണ്. പണിയെടുക്കലിന് നാവ് ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശബ്ദം ആവശ്യമില്ലാത്തൊരു സാധനമാണ്. നിങ്ങൾ മൃഗങ്ങളെപ്പോലെ പണിയെടുക്കലാണ് അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ശബ്ദമില്ലാത്തതെന്ന് എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഒരു പക്ഷേ ഞാൻ പറയുന്നതാണ്. അത് അങ്ങനെയൊന്നും ആയിക്കോണമെന്നില്ല. ആ വാക്ക് എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല, ആരാത് ആദ്യമായിട്ട് അധ്വാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ലേബർ എന്നുള്ളതിന് പണി എന്നുള്ള അർത്ഥമേ ഉള്ളൂ ശരിക്ക്. പക്ഷെ അധ്വാനം എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഒരർത്ഥത്തിൽ അർത്ഥവത്തായൊരു പരിഭാഷയാണ് അധ്വാനം എന്ന് പറയുന്നത്. എനിവേ, ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ലേബറിനെ ഒരു സ്പീച്ച്ലെസ് ആയിട്ടുള്ള, എക്സ്പ്രഷൻ ഇല്ലാത്ത, ഫ്രീഡം ഇല്ലാത്ത, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടെമ്പറാലിറ്റി മാത്രമുള്ള, അതായത് നൈരന്തര്യം മാത്രമേ അതിലുള്ളൂ. നിങ്ങളൊരു കാര്യം, ഇപ്പം ചിലന്തി വല നെയ്യുന്നത് പോലെ ഒരേ വല തന്നെയാണ് അത് നെയ്യുക, ഒരേ ഇര തന്നെയാണ് അത് പിടിക്കുക, ഒരേ കൂട് തന്നെയാണ് കിളി. ഈ നൈരന്തര്യം മാത്രമാണ്, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ടെമ്പറാലിറ്റി മാത്രമാണ് പ്രൊഡക്ഷനിലുള്ളത് എന്നുള്ളത് കൊണ്ട്, ലേബറിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അത് ഫ്രീഡം ഇല്ലാത്ത ഒന്നായിട്ട് അതിനെ കാണുന്നത് ഗ്രീക്ക് സങ്കല്പം അനുസരിച്ച്. അതുകൊണ്ടാണ് ലേബറർ എന്ന് പറയുന്നത് മനുഷ്യരായിരുന്നില്ല. ഓക്കെ, കാരണം ലേബറർ എന്ന് പറയുന്നത് മനുഷ്യ പദവിയുള്ള ഒന്നല്ല, സിറ്റിസൺ അല്ല എന്നാണല്ലോ പഴയ സങ്കല്പം. സ്ത്രീയും, കാരണം റിപ്പീറ്റേഷൻ,
സന്താനോൽപാദനം മാത്രമാണ് എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ നിങ്ങൾ പുനരുൽപാദനം മാത്രമേ ചെയ്യുന്നുള്ളൂ, റിപ്പീറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അത് സ്ത്രീക്ക് മനുഷ്യ പദവി ഇല്ല എന്നാണ്. അതാണ് ഗ്രീക്ക് സങ്കല്പം അനുസരിച്ചുള്ള സിറ്റിസൺ എന്നുള്ള സങ്കല്പം. അപ്പോൾ മാർക്സ് സത്യത്തിൽ അതിനോട് വിമർശനാത്മകമായി റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലേബർ എന്ന് പറയുന്നത് ഫ്രീഡത്തിൻ്റെ എക്സ്പ്രഷനാണ്. മനുഷ്യരുടെ ലേബർ എന്ന് പറയുന്നത് ലേബർ മാത്രമല്ല, ഈ പറഞ്ഞ മേക്കിംഗ് ആൻഡ് സെൽഫ് മേക്കിംഗ് എന്ന് പറയുന്ന ആ ആക്ടിവിറ്റിയെ, സ്പീഷീസ് ആക്ടിവിറ്റിയെ ഫ്രീഡത്തിൻ്റെ എക്സ്പ്രഷനായിട്ടാണ് മാർക്സ് കാണുന്നത്. എന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞതാണ്. ഏലിയനേഷനിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്രീഡം പാരഡോക്സിക്കലി ബിക്കംസ് അൺഫ്രീഡം, സ്റ്റേറ്റ് ഓഫ് അൺഫ്രീഡം എന്നാണ് മാർക്സിൻ്റെ വാദം. സ്വാതന്ത്ര്യം ഒരു പാരഡോക്സ് പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയായിട്ട് മാറുകയാണ്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വിൽക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ അധ്വാന ശേഷി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെ വിൽക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് വരുമ്പോൾ അവിടെ അസ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് അനിവാര്യതയായി മാറുകയാണ്. സ്വാതന്ത്ര്യം തന്നെ അനിവാര്യതയായിട്ട് മാറുകയാണ്. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? വേറെ നിവൃത്തിയില്ല, നിവൃത്തികേടിനെയാണ് നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിസക്ക് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഏതോ ഒരു ടോക്കിൽ പറയുന്നുണ്ടായി. വി ആർ ഫ്രീ മീൻസ് വി ഡു നോട്ട് ഹാവ് എ ലാംഗ്വേജ് ടു സ്പീക്ക് അബൌട്ട് ദ അൺഫ്രീഡം എന്നാണ് അർത്ഥം. അതായത് നിങ്ങളുടെ അസ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കാനുള്ള ഭാഷയില്ല എന്ന് മാത്രമാണ് നിങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞ അർത്ഥം. നിങ്ങൾക്ക് അതിനുള്ള ഭാഷയില്ല, നിങ്ങളുടെ അസ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കാനുള്ള ഭാഷ നിങ്ങൾക്ക് ഇല്ല എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഇതാണ് സിറ്റുവേഷൻ. എല്ലാവരും ലിബറൽ ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ സ്വതന്ത്രരാണെന്നാണ്. അതെ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വി ഫീൽ ദാറ്റ് വി ആർ ഫ്രീ, ബട്ട് ഇറ്റ് മീൻസ് ദാറ്റ് വി ഡു നോട്ട് ഹാവ് ദ ലാംഗ്വേജ് ടു സ്പീക്ക് അബൌട്ട് അവർ അൺഫ്രീഡം. നിങ്ങളുടെ അസ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കാനുള്ള ഭാഷ നമുക്കില്ല. പിന്നെ എങ്ങനെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ക്യാപിറ്റലിസം എന്ന വാക്കുകളില്ല, ഒരു ഏലിയനേഷൻ്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരു ഡൈനമിക് പ്രിൻസിപ്പിളായി മാറുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഉള്ളിൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷനാണ്, ഒരു റിഡിലാണ്. ഒരു എന്താ പറയുക, വൈരുദ്ധ്യമാണ് ഉണ്ടാവുന്നത്. ഫ്രീഡം തന്നെ അൺഫ്രീഡത്തിൻ്റെ അവസ്ഥയായിട്ട് മാറുകയാണ്. ഇതൊരു പാരഡോക്സ് ആണല്ലോ, ഇത് സാധ്യമല്ലാത്തൊരു സാധനമാണ്, ലോജിക്കലി ഒരു പാരഡോക്സ് ആണ്. സോ ദ സ്റ്റേറ്റ് ഓഫ് ഫ്രീഡം ബിക്കംസ് ദ സ്റ്റേറ്റ് ഓഫ് അൺഫ്രീഡം. ഈ ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത് വീണ്ടും അനിവാര്യതയുടെ ഒരു സംഗതിയായിട്ട് മാറുന്നത്. ബോണ്ടഡ് ലേബർ, വേജ് ലേബർ എന്ന് പറയുന്നത് തന്നെ അതാണ്. വേജ് ലേബർ എന്ന് പറഞ്ഞാൽ തന്നെ കൂലിക്ക് നിങ്ങളുടെ ശരീരം കൊടുക്കുക എന്നുള്ളതാണ്. മാർക്സ് പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷനെ പറ്റി തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം എന്നുള്ള നോക്കിയിട്ടുണ്ടാവും. വേജ് ലേബർ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം ആ വാക്കല്ല ഉപയോഗിക്കാമെങ്കിൽ പോലും പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കാണ് മാർക്സിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ പാരഡോക്സ് എന്നത്. ഈ ഫ്രീഡവും നെസസിറ്റിയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് കൗണ്ടർ ഫാക്ച്വലി നിങ്ങൾ ആലോചിക്കുമ്പോൾ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ഈ റിഡിൽ ഓഫ് ഹിസ്റ്ററി സോൾവ്ഡ് എന്നുള്ളതാണ്. ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് നിർവീര്യമാക്കപ്പെടുന്ന ഒരു സിസ്റ്റമായിരിക്കും എതിർ വസ്തുതാപരമായി നമ്മൾ സങ്കല്പിക്കുന്ന ഒരു സൊസൈറ്റിയുടെ, ഒരു സാമൂഹ്യാവസ്ഥയുടെ അതിൻ്റെ അവസ്ഥ അതായിരിക്കും എന്നുള്ളതാണ് മാർക്സ്. അപ്പം എന്താണ് അവിടെ മനുഷ്യരും അവരുടെ ജീവിവർഗ സ്വഭാവവും തമ്മിലുള്ള വൈരുദ്ധ്യമില്ലാതാവാണ്. the conflict between what we are and between what we are and how we exist, അല്ലേ? ഇതാണ് എക്സിസ്റ്റൻസ് ആൻഡ് എസെൻസ് എന്ന് മാർക്സ്. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതും തമ്മിലുള്ള വൈരുദ്ധ്യം ഇല്ലാതാവുന്നു. മനുഷ്യർ വാസ്തവത്തിൽ ഇങ്ങനെയാണ്, ഫ്രീ ആണ്. പക്ഷേ ജീവിക്കുന്നത് ഫ്രീ അല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എന്താണ് എക്സിസ്റ്റൻസും എസെൻസും തമ്മിലുള്ള വൈരുദ്ധ്യമാണിത്. നമ്മൾ വാസ്തവത്തിൽ എന്താണോ, എസെൻഷ്യലി എന്താണോ, അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്നത്. എസെൻഷ്യലി നിങ്ങളൊക്കെ ഫ്രീ ആണ്, നമ്മളൊക്കെ ഫ്രീ ആണ്, ഫ്രീഡം ഉണ്ട്.
നമ്മുടെ സ്പീഷീസ് ബീയിങ്ങിൽ തന്നെ ഫ്രീഡം ഉണ്ട്. പക്ഷേ ജീവിക്കുന്നത് പിന്നെ അങ്ങനെ അല്ലാതാവുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളതും നിങ്ങളെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതും തമ്മിലുള്ള എക്സിസ്റ്റൻസും എസൻസും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം പരിഹരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ പറഞ്ഞ കൗണ്ടർ ഫാക്ച്വലി ഇമാജിൻ ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ എന്തായിരിക്കും ആ ഫ്രീഡം? ഇപ്പം നെസസിറ്റിയും ഫ്രീഡവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വി ആർ ഫ്രീ ടു പ്രൊഡ്യൂസ്, ഓക്കെ, നോട്ട് അണ്ടർ ദ കമ്പൽഷൻ ഓഫ് യുവർ ബയോളജിക്കലി ഫിക്സഡ് നീഡ്സ്. അല്ലേ, നിങ്ങളുടെ ശാരീരികമായ ജൈവശാസ്ത്രപരമായ ആവശ്യങ്ങളുടെ കമ്പൽഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, എൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടി അല്ലാതെ എനിക്ക് നിർമ്മിക്കാൻ കഴിയുമ്പോഴാണ് ഫ്രീഡം എന്ന് പറയുന്നത് സാക്ഷാത്കൃതമാവുക, അല്ലെങ്കിൽ ഫ്രീഡവും നെസസിറ്റിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യപ്പെടുക. അത് എന്ത് തരത്തിലുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും? അപ്പം നിങ്ങളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് എൻ ആർട്ടിസ്റ്റിക് കൈൻഡ് ഓഫ് തിങ്, അല്ലേ, ഒരു ആർട്ട് പോലൊരു സംഗതിയാണ്. ഫ്രീ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. നിങ്ങളുടെ ജൈവികമായ ആവശ്യങ്ങളുടെ നിർബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ല നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. യു പ്രൊഡ്യൂസ്, ഓക്കെ, ഫ്രീലി, ഓക്കെ, ആസ് ഇൻ ദ കേസ് ആസ് ഇൻ ആർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വർക്ക് തന്നെ ആർട്ടായി മാറുന്ന ഒരു സിസ്റ്റമായിരിക്കും കൗണ്ടർ ഫാക്ച്വലി നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഓക്കെ, നിർമ്മാണം തന്നെ ആർട്ടിസ്റ്റിക്കായി മാറുക, ജീവിതം തന്നെ കലയായിട്ട് മാറുന്ന ഒരു 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 ഇമാജിനേഷനാണ്, ഒരു സങ്കല്പമാണ് മാർക്സ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ മേക്കിംഗ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡം എന്നുള്ളതിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അല്ലേ, വാസ്തവത്തിൽ ഇങ്ങനെയാണ് മനുഷ്യർ എന്നാണ്. ഓക്കെ, വാസ്തവത്തിൽ സ്പീഷീസ് ബീയിങ്ങിൻ്റെ സ്വഭാവമാണിത്. ഓക്കെ, അതാണ് നഷ്ടപ്പെടുന്നത്, ഒരു ഏലിയനേഷനിൽ സംഭവിക്കുന്നത്. ഇത് നഷ്ടമാവുകയാണ്, ഇതിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതുകൊണ്ടാണ് മാർക്സ് അതിൽ പറയുന്നത് ഇറ്റ്സ് എ റിട്ടേൺ ഓഫ് മാൻ ടു നേച്ചർ, ടു ഹിസ് നേച്ചർ. ഹിസ് എന്നുള്ള വാക്കാണ്, അത് നമുക്കറിയാം, അങ്ങനെയാണ് ഉപയോഗിക്കുക. റിട്ടേൺ ഓഫ് മാൻ ടു ഹിസ് നേച്ചർ, റിട്ടേൺ ഓഫ് മാൻ ടു ഹിംസെൽഫ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ പാരഗ്രാഫിൻ്റെ തുടർച്ച, ഞാൻ നേരത്തെ വായിച്ച പാരഗ്രാഫിൻ്റെ തുടർച്ചയിൽ ഇതൊക്കെ കാണാം. അപ്പോൾ ഇതൊരു തരത്തിലുള്ള ഒരു തിരിച്ചുപോക്കാണ്. ഓക്കെ, മനുഷ്യർ അവരുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓക്കെ, യഥാർത്ഥ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒറിജിനൽ ഹ്യൂമൻ ബീയിങ്ങിലേക്ക് തിരിച്ചു പോകലല്ല. അത് മാർക്സ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അവിടെയാണ് ഇൻഡസ്ട്രി എന്നൊക്കെ വളരെ പ്രധാനമാവുന്നത്. നിങ്ങളുടെ ഒരു ഒറിജിനൽ പ്രാകൃതമായ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മൃഗങ്ങളുടെ അവസ്ഥയിലേക്ക്, ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്നൊക്കെ റൂസോ പറയുന്ന ഒരവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്കല്ല അത്. നാഗരികതയുടെ പിന്നിലേക്ക് മനുഷ്യർ തിരിച്ചു പോകുന്നു, സംസ്കാരത്തിൻ്റെയും ഇതിലേക്ക് തിരിച്ചു പോകല്ല. ഓക്കെ, ആ ഒരു തിരിച്ചുപോക്കല്ല മാർക്സ് പറയുന്നത്. എന്തിലേക്ക് തിരിച്ചു പോകുന്ന? ഞാനത് വായിക്കുക എങ്ങനെയാണ്? ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു പോകുന്നത്. നിങ്ങളുടെ ഹിസ്റ്റോറിസിറ്റി ഓഫ് യുവർ ബീയിങ്ങിലേക്ക് തിരിച്ചു പോകുന്നതാണ്. മനുഷ്യരുടെ പാർപ്പിടം ഹിസ്റ്ററിയാണ്. ഓക്കെ, ആ പാർപ്പിടത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകലാണത്. ഏലിയനേഷൻ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പാർപ്പിടത്തിൽ നിന്നാണോ, ഏത് ആവാസ വ്യവസ്ഥയിൽ നിന്നാണോ നിങ്ങൾ ഏലിയനേറ്റ് ചെയ്യപ്പെട്ടത്, അന്യവൽക്കരിക്കപ്പെട്ടത്, അതിലേക്കുള്ള തിരിച്ചുപോക്കാണ് കമ്മ്യൂണിസം എന്നാണ് മാർക്സിൻ്റെ വാദം. അവിടെ എന്താണ്? അവിടെ നെസസിറ്റി ഈസ് കോൺസ്റ്റൻ്റ്ലി ബീങ് ട്രാൻസ്ഫോംഡ്. അല്ലേ, അവിടെ ആ ഒരു പാർപ്പിടം എന്ന് പറയുന്നത്, ആ ചരിത്രപരത എന്ന് പറയുന്നത്, നമ്മുടെ ഹിസ്റ്റോറിസിറ്റി ഓഫ് ബീയിങ് എന്ന് പറയുന്നത്, അവിടെ നെസസിറ്റി ഇല്ല. നെസസിറ്റി ഈസ് ഓൾവേസ് ബീയിങ് ട്രാൻസ്ഫോംഡ്. അതെപ്പോഴും മാറ്റിമറിക്കപ്പെടുന്ന. അപ്പം മാവോ മറ്റോ പറഞ്ഞ ഒരു ഇതുണ്ട്, അനിവാര്യതയെ മനസ്സിലാക്കലും മാറ്റിത്തീർക്കലുമാണ് സ്വാതന്ത്ര്യം എന്ന മാവോൻ്റെ ഒരു കോട്ടുണ്ട്. ഒരുപക്ഷെ ഇതിൽ നിന്നുള്ള ഇൻസ്പയർഡ് ആയിട്ടൊരു വാദമായിരിക്കും അത്. അനിവാര്യത എന്ന് പറയുന്ന സാധനമില്ല മനുഷ്യരെ സംബന്ധിച്ചുള്ളൂ, മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ, നെസസിറ്റിയെ കോൺസ്റ്റൻ്റ്ലി സ്ഥിരമായി മാറ്റാൻ കഴിയുന്ന ഒരു ജീവിയാണ് മനുഷ്യരെന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ചരിത്ര സ്വഭാവം എന്ന് പറയുന്നത്. ആ ചരിത്രാത്മകതയിലേക്കുള്ള, ഹിസ്റ്റോറിസിറ്റിയിലേക്കുള്ള ഒരു ഗോയിങ് ബാക്ക്, റിട്ടേൺ ആണ് കമ്മ്യൂണിസത്തിൽ സംഭവിക്കുക എന്നാണ് മാർക്സ് പറഞ്ഞത്. വീണ്ടും ഞാൻ പറയാതെ കൗണ്ടർ ഫാക്ച്വലി. ഓക്കെ, ഇങ്ങനെ മനുഷ്യർ തിരിച്ചു പോകും അവസാനം എന്നുള്ളതല്ല. ഓക്കെ, പിന്നൊരു പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ രണ്ടാമത് പറഞ്ഞ ഇതാണ്. അത് ഞാൻ അതിൽ 2-3 ഒബ്സർവേഷൻ, അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായിരിക്കും ഇതിൽ. പക്ഷേ ഈ കമ്മ്യൂണിസത്തെ പറ്റിയുള്ള ഈ ആശയത്തിൽ എന്നെ
നമുക്ക് പലപ്പോഴും പരിചിതമായിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇത് അത്ര പരിചിതമല്ലാത്തൊരാശയമാണ് മാർക്സ്. ഒരുപക്ഷെ അത് പലരും അത് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ റാൻസിയെ പോലെയുള്ള ആളുകൾ ഈ എസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ചില സങ്കല്പങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിൽ മാർക്സിൻ്റെ ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മാർക്സ് പറയുന്നൊരു കാര്യം, ഇപ്പം നിങ്ങൾ തിരിച്ചു പോകുന്നത് നിങ്ങളുടെ ആനിമാലിറ്റിയിലേക്കല്ല, ഓക്കെ, മനുഷ്യരുടെ സ്വന്തം പാർപ്പിടത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മനുഷ്യർ ജീവിക്കുന്നത് ചരിത്രത്തിലാണ്. നിലവിൽ ആനിമൽസിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പ്രകൃതിയിലായിരിക്കും ഒരു പക്ഷേ, ഓക്കെ, ചരിത്രത്തിലല്ല അത് ജീവിക്കുന്നത്. ഇങ്ങനെ അവരവരുണ്ടാക്കിയ ലോകത്തല്ല ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചരിത്രത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് മാർക്സ് പറയുന്നൊരു കാര്യം, ഈ മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതി ജീവികളിൽ നിന്ന്, നാച്ചുറൽ ബീയിങ്സിൽ നിന്ന് മനുഷ്യരെ വേർതിരിക്കുന്നത്, മറ്റ് പലരും പറയുന്നത് ഈ പറഞ്ഞ പോലെ റാഷണാലിറ്റിയാണ്, നിങ്ങളുടെ ബുദ്ധിയാണ് മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്, നിങ്ങളുടെ എന്താ പറയുക ഭാഷയാണ് വേർതിരിപ്പിക്കുന്നത്, യുക്തിചിന്തയാണ് വേർതിരിച്ച് നിർത്തുന്നത്. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ മാർക്സ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പറയുന്നൊരു കാര്യം, അതാണ് ഞാനിതിൽ ഈ ഹിസ്റ്റോറിസിറ്റിയാണ് മനുഷ്യരെ ലോകത്ത് നിന്ന് മറ്റ് ജീവികളിൽ നിന്ന് വേർതിരിപ്പിക്കുന്നത്. ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് ബീയിങ് എന്ന് പറയുന്നത് മാർക്സ് അതിനെ അവതരിപ്പിക്കുന്നത് സെൻഷ്വസ് ആയിട്ടുള്ള ബോഡി എന്നുള്ള ഇതിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു പക്ഷേ മനുഷ്യരെ അവരുടെ ശരീരം എന്നുള്ള ഒരു കാറ്റഗറി ഉപയോഗിച്ചു, ശരീരം എന്നുള്ള വാക്കിന് പകരം സെൻഷ്വസ്നെസ് എന്നൊക്കെയാണ്, സെൻഷ്വസ് ആക്ടിവിറ്റി, ഇതൊക്കെയാണ് മാർക്സിൽ ഉപയോഗിക്കുന്നത്. സെൻസസും ഒക്കെ അടങ്ങുന്ന ശാരീരികമായ മനുഷ്യരുടെ ഉണ്മ എന്ന് പറയുന്നത്, ശരീരസ്ഥമായ നിങ്ങളുടെ ഉണ്മ എന്ന് പറയുന്നത്, ബീയിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ നിർവചിക്കാൻ അല്ലെങ്കിൽ വിവരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആദ്യത്തെ ചിന്തകരിൽ ഒരാളായിരിക്കും മാർക്സ് എന്ന് പറയാൻ കാരണം ഇതാണ്. മറ്റ് ചിന്തകളിലൊക്കെ നിങ്ങൾ കാണാൻ റാഷണൽ അനിമലാണ്, ഓക്കെ. മാർക്സ് അതേപോലെ തന്നെ പ്രൊഡ്യൂസിങ് അനിമൽ എന്നാണ് മനുഷ്യനെ പറ്റി പറയുന്നതെന്നാണ്. പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീയിങ് ഓഫ് പ്രാക്സിസ് എന്നുള്ള അർത്ഥത്തിലാണ് കാണേണ്ടത്. അത് മേക്കിങ്ങും സെൽഫ് മേക്കിങ്ങും കൂടിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വെറും വസ്തുക്കൾ ഉണ്ടാക്കലല്ല പ്രൊഡക്ഷൻ. ഈ ശരീരസ്ഥമായിട്ടുള്ള മനുഷ്യരുടെ ഈ ജീവിതത്തിൽ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാക്കിയൊരു പ്രശ്നം എന്താണ് എന്നുള്ളതാണ് മാർക്സ് പറയുന്ന ഒരു കാര്യം. അതായത് നിങ്ങളുടെ ജീവിതത്തെ അത് സ്റ്റുപ്പിഡാക്കി മാറ്റിയത്. സ്റ്റുപ്പിഡ് എന്നുള്ള വാക്കാണ്, ഞാൻ അത്ഭുതപ്പെടുത്തിയൊരു സാധനമാണ്. ഇറ്റ് ഹാസ് മെയ്ഡ് അസ് സോ സ്റ്റുപ്പിഡ്. മനുഷ്യ ജീവിതത്തെ വളരെ സ്റ്റുപ്പിഡാക്കി മാറ്റുകയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ചെയ്തത്. എങ്ങനെയാണ് ആ സ്റ്റുപ്പിഡിറ്റി അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു അസംബന്ധം എങ്ങനെയാണ് ഉണ്ടായി വന്നത്? അതാണ് മാർക്സ് നമ്മൾ രണ്ടാമത് വായിച്ച പോയിന്റിൽ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം. മനുഷ്യരെ അവരുടെ ഹിസ്റ്റോറിസിറ്റിയിൽ നിന്ന് അത് വലിച്ചു കീറി എറിഞ്ഞു, ടോൺ അവേ ഫ്രം ദ ഹിസ്റ്റോറിസിറ്റി ഓഫ് അവർ ബീയിങ്. നിങ്ങളുടെ ബീയിങ്ങിൻ്റെ ഹിസ്റ്റോറിസിറ്റിയിൽ നിന്ന് അതിനെ പറിച്ചെടുത്ത് പുറത്തെടുത്തിട്ടു നെസസിറ്റിയുടെ ലോകത്തേക്ക് നമ്മളെ വലിച്ചെറിഞ്ഞു എന്നാണ്. നെസസിറ്റിയുടെ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? അനിവാര്യതയുടെ ലോകത്തേക്ക് നമ്മളെ വലിച്ചിടുകയാണ്. പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുന്നുള്ള ഒരു ദുരിതം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് മനുഷ്യരെ പിടിച്ച് ഇടുകയാണ്. പണി എന്ന് പറയുന്നത്, ഫ്രീഡത്തിൻ്റെ എക്സ്പ്രഷനായിട്ടുള്ള പണി എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കാനുള്ളൊരു സ്ഥാനമായി മാറുകയാണ്. ഇതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി മാറുകയാണ്. അത്രയും ദുരിതം നിറഞ്ഞൊരു ജീവിതത്തിലേക്ക്, അനിവാര്യതയുടെ ഒരു മണ്ഡലത്തിലേക്ക് മനുഷ്യരെ പിടിച്ച് വലിച്ചിടുകയാണ്. അതിൻ്റെ ഹിസ്റ്റോറിസിറ്റി ഓഫ് ബീയിങ്ങിൽ നിന്ന് മനുഷ്യരെ പറിച്ചെടുത്ത് പുറത്തിടുകയാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സിസ്റ്റം ചെയ്തത്, അല്ലെങ്കിൽ ഏലിയനേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ചെയ്തത്. ഇപ്പോൾ വരെ പറയാം ക്യാപിറ്റലിസം ചെയ്യുന്നത് എന്ന് പറയും. പിന്നീടാണ് മാർക്സ് ക്യാപിറ്റലിസം എന്നുള്ള വാക്കുമൊക്കെ ഉപയോഗിക്കാൻ വരും.
നെസസിറ്റിയുടെ ലോകത്ത് വരിക എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീഡം ബിക്കംസ് എ സ്റ്റേറ്റ് ഓഫ് അൺഫ്രീഡം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വിൽക്കുക എന്ന് മാത്രമേ ഇതിൽ അർത്ഥമുള്ളൂ. അതിനപ്പുറം വേറൊരു അർത്ഥമില്ലാത്ത രീതിയിൽ നിങ്ങൾ മാറുകയാണ്. ഓക്കെ, ഒരു തരത്തിലുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയാണ്. ശരീരം വിറ്റ് ജീവിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറുകയാണ്. ഈ ലോകത്തേക്കാണ് ക്യാപിറ്റൽ നിങ്ങളെ പിടിച്ചിടുന്നത്, നിങ്ങളെ വലിച്ച് ഇടുന്നത്. നിങ്ങളുടെ ഹിസ്റ്റോറിസിറ്റിയിൽ നിന്ന് മനുഷ്യരെ പറിച്ചെടുത്ത് ഈ ലോകത്തേക്ക് നെസസിറ്റിയുടെ വളരെ ക്രൂരവും വളരെ ദയനീയവുമായ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നു എന്നുള്ളതാണ് മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ. അവിടെയാണ് മാർക്സ് ഇത് പറയുന്നത്. അതായത് private property has made us so stupid that an object is only ours only when we have it. The sense of having, അതാണ് ആ സെൻസ് ഓഫ് ഹാവിങ് ആണ് അവിടെ പ്രധാനം. സ്വന്തമാക്കൽ മാത്രമായിരിക്കും അവിടെ പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആയിട്ട് മാറുന്നത്. നിങ്ങൾക്കൊരു കാര്യം സ്വന്തമാക്കുക എന്നുള്ളതിൻ്റെ മുകളിൽ മാത്രമാണ് ഈ വാല്യൂ സിസ്റ്റം മുഴുവൻ നിൽക്കുന്നത്. ഈ സ്വന്തമാക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അന്യവൽക്കരണത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് അത് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളുടെ ബീയിങ്ങിൽ നിന്ന് നിങ്ങൾ അന്യവൽക്കരിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുക. ഈ സ്വന്തമാക്കുക എന്നുള്ളൊരു വാല്യൂ ആയിട്ട് മാറുക. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ഒരു 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 പ്രധാനപ്പെട്ട അപകടകരമായ ഒരു വാല്യൂമാണ് സെൻസ് ഓഫ് ഹാവിങ് എന്ന് പറയുന്നത്. ഇതാണ് മാർക്സ് പറയുന്ന ഒരു കാര്യം. എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളതൊന്ന് നമുക്ക് വിശദീകരിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ ചരിത്രപരതയിൽ നിന്ന് പുറത്തേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ദ്രിയങ്ങൾ എന്താണ്? സ്വാഭാവികമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഈ ഇന്ദ്രിയങ്ങളെ ചരിത്രത്തിൽ നിന്ന് എടുക്കുന്നു എന്നുള്ള മാർക്സിൻ്റെ ഈ നിരീക്ഷണം എവിടുന്നാണ് വരുന്നത്? വാസ്തവത്തിൽ അത് ഈ ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണില്ല. ഏത് കോണ്ടെക്സ്റ്റിലാണ് മാർക്സ് ഈ ഇന്ദ്രിയങ്ങൾ ഹിസ്റ്റോറിക്കലാണ് എന്നുള്ള ഈ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് EPW അല്ല EPM മുഴുവൻ നോക്കിയാലും കാണാത്തൊരു കാര്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ കുറച്ചൊന്ന് വരികളുടെ ഇടയിലേക്ക് പോവുകയാണ്. ഇതുവരെ ഞാൻ വരികളിൽ വായിക്കുകയാണ് ചെയ്തതെങ്കിൽ വരികളുടെ ഇടയിലുള്ള ചില കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ടും മാർക്സ് ഇവിടെ ചെയ്യുന്നത് ഫോർബാഗ് എന്ന് പറയുന്ന ജർമ്മൻ ചിന്തകൻ്റെ ഒരാശയത്തോട് ഉള്ള വളരെ പ്രത്യക്ഷമായിട്ടുള്ള ആശയം അറിയുന്ന ആൾക്ക് വളരെ ഡയറക്റ്റായിട്ടുള്ള റെസ്പോൺസാണ്. ഈ ലുഡ്വിഗ് ഫോർബാഗ് എന്ന് പറയുന്ന ജർമ്മൻ ചിന്തകൻ ഹെഗലിൻ്റെ സ്റ്റുഡൻ്റാണ്. മാർക്സിൻ്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ആളാണ്. 1843 മറ്റോ ആണ്. അതായത് ഈ ടെക്സ്റ്റ് എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പ്, ഇത് എഴുതുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷമാണ് ഫോർബാഗിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഫിലോസഫി പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഫിലോസഫി ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1843 വരുന്നത്. അതിനും 2 വർഷം മുമ്പാണ് എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഫോർബാഗിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം. അപ്പം മാർക്സിനെ സംബന്ധിച്ചുള്ള ഫോർബാഗ് വളരെ പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ്. ഹെഗലിനെ പോലെ തന്നെ ഫോർബാഗും വളരെ പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ്. ഒരു മെറ്റീരിയലിസ്റ്റ് ആയിരുന്നു ഫോർബാഗ്. അതിനൊക്കെ അപ്പുറത്ത് ഫോർബാഗ് നടത്തിയ ചില ഗവേഷണങ്ങളും അതിൻ്റെ ഭാഗമായി അദ്ദേഹം മുന്നോട്ട് വെച്ച പല നിഗമനങ്ങളോടുമുള്ള ഒരു റെസ്പോൺസായിട്ടാണ് മാർക്സ് ഇവിടെ ഈ ആശയം അവതരിപ്പിക്കുന്നത്. ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് അവർ സെൻസസ് എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളുടെ ചരിത്രപരത എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കും. ആ ചരിത്രപരത ഇല്ലാതാവലാണ് ക്യാപിറ്റലിസത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചരിത്രപരത ഇല്ലാതാവുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് എന്താ സംഭവിക്കുക? ഓക്കെ, അതിന് പിന്നെ സെൻസ് ഓഫ് ഹാവിങ് മാത്രമേ ഉള്ളൂ എന്നാണ് ആ പറയുന്നൊരു കാര്യം. അതായത് അത് വസ്തുക്കളുടെ മുകളിലേക്ക് ചാടി വീഴൽ മാത്രമേ അതിനുള്ളൂ. ഓക്കെ, അത് പിന്നെ ഒരു വസ്തു എൻ്റേതാവുന്നത് ഞാനത് സ്വന്തമാക്കുമ്പോൾ മാത്രമാണ് എന്നുള്ളൊരു ലോജിക്കാണ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. മനുഷ്യരും ലോകവും തമ്മിലുള്ള ബന്ധം ഇതിൻ്റെ മുകളിൽ മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരു ഉദാഹരണം ഇതിൽ പറയുന്ന ഒരു കാര്യം, ഉദാഹരണമല്ല, മാർക്സിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഫോർ ദ സ്റ്റാർവിങ് മാൻ, പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന്, ഇറ്റ് ഈസ് നോട്ട് ദ ഹ്യൂമൻ ഫോം ഓഫ് ഫുഡ് ദാറ്റ് എക്സിസ്റ്റ് ബട്ട് ഓൺലി ഇറ്റ്സ് അബ്സ്ട്രാക്ട് എക്സിസ്റ്റൻസ് ആസ് ഫുഡ് എന്നാണ്
ഓക്കെ, പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഹ്യൂമൻ ഫോം ഓഫ് ഫുഡല്ല. ഓക്കെ, അത് എങ്ങനെയും പട്ടിണി വിശപ്പ് മാറ്റാനുള്ള ഒരു വസ്തു മാത്രമാണ്. ഓക്കെ, അതിൻ്റെ എസ്തെറ്റിക് ആയിട്ടുള്ള സാധനമൊന്നുമില്ല, അതിൽ ടേസ്റ്റ് പോലും ഇല്ല. ഓക്കെ, മാർക്സ് പറയുന്നൊരു കാര്യം, ഒരു മൃഗത്തിനെ ഫീഡ് ചെയ്യുന്നതും ഒരു പട്ടിണി കിടക്കുന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് വളരെ ക്ലിയർ ആയിട്ട് മാർക്സ് പറയുന്ന ഒരു കാര്യം. അത് ഞാൻ വേണമെങ്കിൽ അത് വായിക്കാം. ഇറ്റ് കുഡ് ജസ്റ്റ് ആസ് വെൽ ബി ദർ ഇൻ ഇറ്റ്സ് എന്ന് പറയുന്ന ഫുഡാണ്, ഇൻ ഇറ്റ്സ് ക്രൂഡസ്റ്റ് ഫോം, ആൻഡ് ഇറ്റ് വുഡ് ബി ഇംപോസിബിൾ ടു സേ വെറിൻ ദ ഫീഡിങ് ആക്ടിവിറ്റി ഡിഫേഴ്സ് ഫ്രം ദാറ്റ് ഓഫ് ആനിമൽസ് എന്നാണ്. വിശന്ന് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കുന്നതും ഒരു മൃഗത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതും തമ്മിൽ, ഫീഡ് ചെയ്യുന്ന ഈ രണ്ട് ആക്ടിവിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ്. കാരണം വെച്ചാൽ അത് ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല, അത് അവിടെ എസ്തെറ്റിക്കും ഇല്ല, അതിൻ്റെ ഒന്നുമില്ല. ആ ഫുഡ് എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറ്റാനുള്ള സാധനമാണ്. ഓക്കെ, ഇതാണ് സെൻസസിൻ്റെ ഹിസ്റ്റോറിസിറ്റിയിൽ നിന്ന് നിങ്ങളുടെ സെൻസസ് പുറത്ത് കിടക്കുക. അതിൽ നിന്ന് പറിച്ചു മാറ്റപ്പെട്ട നിങ്ങളുടെ നാവ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ സെൻഷ്വസ് ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് വെറും ആനിമാലിറ്റി മാത്രമുള്ളൊരു സാധനമായിട്ട് മാറുകയാണ്. ഓക്കെ, നെസസിറ്റിയുടെ മണ്ഡലത്തിൽ മാത്രം ചരിക്കുന്ന, അനിവാര്യതയുടെ മണ്ഡലത്തിൽ മാത്രം ചരിക്കുന്ന, ഈസ്തെറ്റിക് ആയിട്ടുള്ളൊരു മാർക്സിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഞാൻ വേണമെങ്കിൽ അത് ഒന്നുകൂടി അതിൻ്റെ അടുത്ത സെൻറ്റൻസും കൂടി വായിക്കാം. ദ പോവർട്ടി സ്ട്രിക്കൺ മാൻ ഹാസ് നോ സെൻസ് ഫോർ ദ ഫൈനസ്റ്റ് പ്ലേ. അതിന് ബ്യൂട്ടി എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടാവില്ല, ബ്യൂട്ടി എന്ന് പറയുന്നൊരു അവസ്ഥ അവിടെ ഇല്ല. ഓക്കെ, the dealer in minerals sees only the commercial value but not the beauty or the specific character of the minerals. He has no mineralogical sense ആണ് മാർക്സ് ഉപയോഗിക്കുന്ന വാക്ക്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഹൈഡഗർ ഈ മോഡേണിറ്റി ടെക്നോളജിയെ പറ്റിയുള്ള ഹൈഡഗറിൻ്റെ എസ്സേയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ടെക്നോളജി ഉണ്ടാക്കിയുള്ള ഒരു പ്രത്യേക എന്ന് പറയുന്നത്, ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഒരു റിസോഴ്സായിട്ട് മാറുകയാണ്. ഓക്കെ, പുഴ എന്ന് പറയുന്നത് റിസോഴ്സാണ്, അത് പുഴയല്ല. പിന്നാണ് പുഴ നിങ്ങൾ ആസ്വദിക്കുന്നില്ല, പുഴ നിങ്ങളുടെ റിസോഴ്സ്. ഇതേ സംഗതിയാണ് മാർക്സ് ഇതിൽ പറയുന്നൊരു കാര്യം. അതായത് ഒരു മിനറൽ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് മിനറൽ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതിന് കമേഴ്സ്യൽ വാല്യൂ മാത്രമേ ഉള്ളൂ. അതിന് മിനറോളജിക്കലായിട്ടുള്ള മിനറലിൻ്റെ ഭംഗിയെ പറ്റിയോ അല്ലെങ്കിൽ മിനറലിൻ്റെ ബ്യൂട്ടിയെ പറ്റിയോ അതിൻ്റെ സ്പെസിഫിസിറ്റിയെ പറ്റിയോ അയാൾ കൺസേൺഡ് ആവാത്തതുപോലെ. ഓക്കെ, നിങ്ങൾ ചരിത്രാത്മകമായ ഒന്നിൽ നിന്ന് നിങ്ങളുടെ ശരീരം പുറത്താവുമ്പോൾ ആ ശരീരത്തിൽ പിന്നെ ബ്യൂട്ടി ഇല്ല, ഒന്നുമില്ല, ആർട്ടും ഒന്നുമില്ല. അത് നെസസിറ്റിയുടെ മണ്ഡലത്തിൽ മാത്രം കറങ്ങുന്ന, ഓക്കെ, സെൻസ് ഓഫ് ഹാവിങ് മാത്രമുള്ള, ആനിമാലിറ്റി മാത്രമുള്ള ഒരു ജീവിയായിട്ട് മനുഷ്യർ മാറുകയാണ്. ഇത് നമ്മൾ പറയുന്നല്ല, മാർക്സ് പറയുന്നതാണ്. അത് ഞാനത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എസ്തെറ്റിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ബ്യൂട്ടി എന്നുള്ള വാക്കാണ് മാർക്സ് ഉപയോഗിക്കുന്നത്. അവർക്ക് ബ്യൂട്ടി ഇല്ല എന്നാണ്, ഫൈനസ്റ്റ് പ്ലേയുടെ ബ്യൂട്ടി അതിന് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ചരിത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ, ഏലിയനേറ്റ് ചെയ്യപ്പെടുമ്പോൾ, പിന്നെ ശരീരം എന്ന് പറയുന്നത് ഒരു ആനിമൽ ബോഡിയാണ്. അതിൽ അനിമാലിറ്റി മാത്രമേ ഉള്ളൂ, നെസസിറ്റിയുടെ മണ്ഡലത്തിൽ മാത്രം കറങ്ങുന്ന, വ്യാപരിക്കുന്ന, ചരിക്കുന്ന ഒരു വസ്തുവായിട്ടത് മാറുകയാണ്. ഇതാണ് മനുഷ്യരെ സ്റ്റുപ്പിഡാക്കുക എന്നുള്ള വാക്കുകൊണ്ട് മാർക്സ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെ സ്റ്റുപ്പിഡാക്കുന്ന ഒന്നാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് മാർക്സ് പറയാൻ ശ്രമിക്കുന്നത്. ഇത് സത്യത്തിൽ ഞാൻ ഫോയ്ബാഗിനെ പറ്റി പറയാൻ കാരണം വെച്ചാൽ, ഫോയ്ബാഗ് പറയുന്ന ഒരു ആശയത്തോടുള്ള റെസ്പോൺസാണ് എന്ന് പറയാൻ കാരണം, ഫോയ്ബാഗ് ആണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ ഒരു തരത്തിലുള്ള ഒരു ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജി എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള റിസർച്ച് നടത്തുന്ന ഒരാൾ. ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജി അതിന് മുമ്പും ഉണ്ട്, പലരും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഫോയ്ബാഗിൻ്റെ റിസർച്ച് സത്യത്തിൽ ഇതാണ്. മനുഷ്യരുടെ ബോഡി, ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ആന്ത്രപ്പോളജിക്കലായിട്ടുള്ള അതിൻ്റെ സ്വഭാവത്തെ പറ്റിയൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്യൂച്ചർ ഫിലോസഫി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഫോയ്ബാഗ് നടത്തുന്ന നിരീക്ഷണങ്ങൾ, അതിനുള്ള റെഫറൻസ് ഇതിൽ കാണുന്നില്ല, ഈ ടെക്സ്റ്റിൽ കാണുന്നില്ല. പക്ഷെ അതിനുള്ള റെസ്പോൺസാണിത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഫോയ്ബാഗ് പറയുന്നൊരു കാര്യം, ഈ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളും ജീവികളുടെ ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഫോയ്ബാഗ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യം.
നിങ്ങളുടെ ശരീരവും അല്ലെങ്കിൽ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളും മൃഗങ്ങളുടെ ഇന്ദ്രിയങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് ഞാൻ വേറൊരു പ്രസൻറ്റേഷനിൽ ഒരു ഇതിൽ പറയണ്ടായി. ഒരു വ്യത്യാസമായിട്ട് ഫോർബാഗ് പറയുന്നത്, മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ ഫ്രീഡവും യൂണിവേഴ്സാലിറ്റിയുമുള്ള ഇന്ദ്രിയങ്ങളാണ്. ഓക്കെ, ഫോർബാഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിസിസ് അതാണ്. ഓക്കെ, ഈ ഫോർബാഗിനെ പറ്റിയാണ് തിസിസ് ഓഫ് ഫോർബാഗ് എന്ന് പറയുന്ന അടുത്തത് നമ്മൾ വായിക്കാം. ഫോർബാഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിസിസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളിൽ ഫ്രീഡവും യൂണിവേഴ്സാലിറ്റിയും ഉണ്ട്, സാർവത്രികതയും സ്വാതന്ത്ര്യവും ഉള്ള ഒന്നാണ് മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ. മൃഗങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു നിരീക്ഷണം. ഓക്കെ, പറയാൻ കാരണം എന്ന് വെച്ചാൽ മൃഗങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് ചിലപ്പോൾ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളേക്കാൾ ഷാർപ്പാണ്. ഓക്കെ, മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളെക്കാൾ ഷാർപ്പായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ മൃഗങ്ങൾക്കുണ്ട് എന്നാണ് നമ്മൾ പറയാറ്. അത് ശരിയുമാണ്. ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ എന്താ പറയുക, സ്മെല്ല് ചെയ്യാനുള്ള കഴിവ് ഒരു വേട്ടനായ്ക്കുണ്ടാവും. അല്ലെങ്കിൽ ശബ്ദം കേൾക്കാനുള്ള കഴിവ് ചിലപ്പോൾ ചെറിയ ജീവിക്ക് പോലും ഉണ്ട്. നമ്മുടെ ചെവിയേക്കാൾ കൂടുതൽ ഷാർപ്പർ ആയിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് ജീവികൾക്കുള്ളത്. പക്ഷേ ഫോർബാഗിൻ്റെ നിരീക്ഷണമാണ്, നമ്മളുടെ അല്ല, നമ്മളാരും പറയുന്നതല്ല. ഫോർബാഗ് പറയുന്നത് എത്ര ഷാർപ്പറായാലും അതിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഫ്രീഡം ഇല്ല. കാരണം വെച്ചാൽ അത് നെസസിറ്റിയുടെ ഉള്ളിൽ മാത്രമേ നിൽക്കൂ. കാരണം വെച്ചാൽ അതിനാവശ്യമുള്ള ശബ്ദങ്ങൾ അത് കേൾക്കുക. എന്ത് ആവശ്യം, അതിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, അതിൻ്റെ ബയോളജിക്കൽ നീഡ്സുമായിട്ട് ബന്ധപ്പെട്ട ശബ്ദങ്ങളെയാണ് അത് തിരിച്ചറിയുന്നത്. ഓക്കെ, ഒരു പട്ടി അതിൻ്റെ ഇരയെ തിരിച്ചറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ജീവി അതിൻ്റെ ഇരയെ തിരിച്ചറിയുന്നുണ്ടാവും, ഇണയെ തിരിച്ചറിയുന്നുണ്ടാവും. ഇത് ശാരീരികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. നെസസിറ്റിയുടെ മണ്ഡലത്തിൻ്റെ ഉള്ളിലാണ് മൃഗങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിൽ മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ അതല്ല, ഈ നെസസിറ്റിയിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള നിൽക്കുന്നത്. അപ്പം അതിന് ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ കേൾക്കും. ഓക്കെ, ആവശ്യം എന്നുള്ളതല്ല, അനിവാര്യത എന്ന് പറയുന്നതല്ല, അത് എല്ലാ ശബ്ദങ്ങളിലേക്കും തുറന്നു കിടക്കുന്ന ഇന്ദ്രിയങ്ങളാണ് മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ എന്നാണ് ഫോർബാഗിൻ്റെ ഒരു നിരീക്ഷണം. അപ്പം നെസസിറ്റിയിൽ നിന്ന് പുറത്തു കിടന്നിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യരുടെ ശരീരം എന്ന് പറയുന്നത്. അത് ഇറ്റ് ഇസ് ഓപ്പൺ ടു ഓൾ സൗണ്ട്സ്. ഓക്കെ, എല്ലാ ശബ്ദങ്ങളിലേക്കും തുറന്നു കിടക്കുന്ന ഒന്നാണ് മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾ എന്നുള്ളതാണ് ഫോർബാഗിൻ്റെ നിരീക്ഷണം. ഫോർബാഗ് അത് പറയുന്നത് ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മനുഷ്യൻ്റെ. ഓക്കെ, മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു ഘടന ഇങ്ങനെയാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ തന്നെ സ്വാതന്ത്ര്യമുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് യൂണിവേഴ്സാലിറ്റി ഉണ്ട്. അത് പർട്ടിക്കുലർ ആയിട്ടുള്ള ശബ്ദങ്ങളിൽ മാത്രമല്ല, എല്ലാ ശബ്ദങ്ങളിലേക്കും തുറന്നു കിടക്കുക. ഓക്കെ, നിങ്ങളുടെ സ്റ്റൊമക്കിന് ഏത് ഫുഡും ഉൾക്കൊള്ളാൻ കഴിയും. നേരെ മറിച്ച് ആനയ്ക്ക് വേണമെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് മാത്രമേ കഴിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നിങ്ങളുടെ സ്റ്റൊമക്കിന് ചിലപ്പോൾ ഈ ഓപ്പൺനെസ് ഉണ്ടാവും, അതെല്ലാ ഫുഡിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ. ഇത് മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ആന്ത്രപ്പോളജിക്കലി കണ്ടെത്തുന്ന ഒരാളാണ് ഫോർബാഗ്. സാധാരണ ഫോർബാഗിനെ പറ്റി നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, പുള്ളി മെറ്റീരിയലിസ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം. പക്ഷേ മാർക്സിനെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഈ ആന്ത്രപ്പോളജിക്കൽ റിസർച്ചാണ്. ഈ പറഞ്ഞ ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജിക്കൽ റിസർച്ച് ആണ് മാർക്സിനെ ഏറ്റവും ആകർഷിക്കുന്നത്. അവിടെയാണ് മാർക്സ് പറയുന്നത് ആ ഫ്രീഡം എന്ന് പറയുന്നത് ശരിക്കും ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ എന്താണ് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ, ക്യാപിറ്റലിസം എന്നുള്ള വാക്കല്ല ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരു ക്രിയാത്മകമായ തത്വമായി മാറുന്ന ഏലിയനേഷൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് മനുഷ്യരുടെ ഇന്ദ്രിയങ്ങൾക്ക് ഈ ഫ്രീഡം, ഈ പറഞ്ഞ ഫ്രീഡം എന്ന് പറയുന്നത് ഇല്ലാതാവുകയും അത് നെസസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാത്രം തിരിച്ചറിയുന്ന ഇന്ദ്രിയങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ നെസസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ നെസസിറ്റിയുമായിട്ട് ജീവസന്ധാരണത്തിന് ആവശ്യമുള്ള ശബ്ദങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ചെവി തുറക്കുന്നുള്ളൂ. ആ കാഴ്ച മാത്രമേ നിങ്ങൾക്ക് സുന്ദരമായിട്ട് തോന്നുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടേതാവുന്നുള്ളൂ. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ സെൽഫിഷായി മാറുന്നു എന്നുള്ളതാണ് മാർക്സിൻ്റെ വാദം. ആ സെൽഫിഷ് എന്നുള്ള പ്രയോഗം ഇവിടെ ഇല്ല. EPM എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനസ്ക്രിപ്റ്റ്സിൽ ഇന്ദ്രിയങ്ങൾ സ്വാർത്ഥമാവുന്നു എന്നുള്ള പ്രയോഗമില്ല. അത് സത്യത്തിൽ ഗ്രൂണ്ടർസേലാണ് മാർക്സ് പറയുന്നത്. ഗ്രൂണ്ടർസേ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഴുതുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ കുറിപ്പുകളാണ്.
ദസ് ക്യാപിറ്റൽ എഴുതുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പുകളാണ്. അതിലാണ് ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് സ്വാർത്ഥമായ ഇന്ദ്രിയങ്ങളായി മാറുന്നത് എന്നാണ് മാർക്സ് അതിൽ പറയുന്നത്. ഈ കണ്ടെത്തൽ വളരെ പ്രധാനമാണ്. കാരണം മാർക്സിനെ വായിച്ച അൽത്തൂസർ അടക്കമുള്ള വളരെ പ്രമുഖരായ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, EPM എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സിൽ ഉപയോഗിക്കുന്ന ആശയങ്ങളൊന്നും മാർക്സ് പിന്നീട് ഉപയോഗിക്കുന്നില്ല എന്നാണ് അൽത്തൂസർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അൽത്തൂസർ പറയുന്ന ഒരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് ഇതിലുണ്ട്. ആദ്യകാല മാർക്സിൻ്റെ ഈ പ്രയോഗങ്ങളൊന്നും പിൽക്കാല മാർക്സിൽ കാണുന്നില്ല എന്നാണ്. സത്യത്തിൽ ഗ്രുണ്ടസയിൽ ഇതുണ്ട് എന്നുള്ളത് അൽത്തൂസർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അൽത്തൂസർ വായിച്ചിട്ടില്ല. വായിക്കാതിരിക്കാനാണ് ന്യായം. കാരണം അന്നത് പബ്ലിഷ് ചെയ്തിട്ട് പോലുമില്ല. അൽത്തൂസറിൻ്റെ കാലത്ത് ഗ്രുണ്ടസെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പഴയ ആ നോട്ട്ബുക്കുകൾ പിന്നീടാണ് പബ്ലിഷ്. വായിച്ചിരിക്കാൻ ന്യായമില്ല, ഒരു പക്ഷേ സാധ്യതയില്ല. എനിവേ, ഞാൻ പറഞ്ഞ ആ കണ്ടെത്തൽ വളരെ പ്രധാനമാണ്. ഈ ഒരു സെൽഫിഷ്നെസ് ഓഫ് യുവർ സെൻസസ് എന്ന് പറയുന്ന ആശയം പിന്നീട് എങ്ങനെയാണ് മാർക്സ് ക്യാപിറ്റലിനെ പറ്റിയുള്ള ഈ വിശകലനത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായി. അപ്പം മാർക്സ് പറയുന്നൊരു കാര്യം, ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല, അതൊരു ഹിസ്റ്റോറിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അതാണ് ഇന്ദ്രിയങ്ങൾക്ക് ചരിത്രപരമാണ് എന്ന് മാർക്സ് പറയുന്നത്. ആ പരാമർശം അർത്ഥവത്താവണമെങ്കിൽ നിങ്ങൾക്ക് ഈ റെഫറൻസ് കിട്ടിയാലേ പറ്റൂ. ഈ ഫോയർബാഗ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യത്തോടുള്ള റെസ്പോൺസാണിതെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് വരികൾക്കിടയിലൂടെ വായിക്കണം എന്ന് പറയുന്നത്. കാരണം ഫോയർബാഗിൻ്റെ ഈ തിസിസിനെതിരായിട്ട് മാർക്സ് പറയുന്നൊരു കാര്യമാണ്. ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾ സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി ഉണ്ട്. പക്ഷേ അത് നിങ്ങളുടെ നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമല്ല, അത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അവിടെയാണ് മാർക്സ് പറയുന്നത്, ഫോമിംഗ് ഓഫ് ദ 5 സെൻസസ് ഈസ് എ ലേബർ ഓഫ് ദ എൻറ്റയർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഡൗൺ ടു ദ പ്രസൻറ്റ്. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് പ്രകൃതി അങ്ങ് ഉണ്ടാക്കിയൊരു സാധനമല്ല, ഇന്നേ വരെയുള്ള ചരിത്രം ഉണ്ടാക്കിയൊരു സംഗതിയാണെന്നാണ്. ഡൗൺ ടു ദ പ്രസൻറ്റ്, ഇതപര്യന്തമുള്ള ചരിത്രം ഉണ്ടാക്കിയൊരു സാധനമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരം തന്നെ ഒരു ടെക്നോളജിക്കൽ ആർട്ടിഫാക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കരകൗശല വസ്തുവാണ് ശരീരം. ചരിത്രം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അതൊരു നാച്ചുറൽ, ബയോളജിക്കൽ, ഫിസിയോളജിക്കൽ ആയിട്ടുള്ളൊരു ബോഡിയല്ല എന്നുള്ള വാദമാണ് മാർക്സ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം എന്താണ് ഈ നെസസിറ്റിയുടെ മണ്ഡലത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ശരീരങ്ങളുടെ ആ ശരീരങ്ങളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രമല്ല. ഓക്കെ, ഈ പറഞ്ഞ സ്വാതന്ത്ര്യം അതിൽ നിഷേധിക്കപ്പെടുകയാണ് അല്ലേ. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്ത് നിന്ന് അത് നെസസിറ്റിയുടെ മണ്ഡലത്തിലേക്ക് എറിയപ്പെടുകയാണ്. അതാണ് ആ മിനറൽസിൻ്റെ ഉദാഹരണം പറയുന്നത്. ഒരു മിനറൽ വ്യാപാരം ചെയ്യുന്ന ഒരാൾക്ക് മിനറൽ എന്ന് പറയുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങൾക്ക് ഓരോ വസ്തുവുമായിട്ടുള്ള. ഇപ്പം ഞാനതിന് ഉദാഹരണമായിട്ട് പറഞ്ഞപ്പോൾ വെളുപ്പിൽ സൗന്ദര്യം കണ്ടെത്തുന്നത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഒരു കൊളോണിയൽ ഹിസ്റ്ററിയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, ഒരു അത്രമാത്രം നിങ്ങളെ സ്റ്റുപ്പിഡാക്കി മാറ്റി ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ കൗണ്ടർ ഫാക്ച്വലി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, എതിർ വസ്തുതാപരമായി ചിന്തിക്കുകയാണെങ്കിൽ, നിലവിൽ വരുന്ന സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക? ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രമാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ലിബറേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ വിമോചിതമാകുന്ന ഒരു സിസ്റ്റമാണ് കൗണ്ടർ ഫാക്ച്വലി നിങ്ങൾ കമ്മ്യൂണിസത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് എന്നുള്ളതാണ് മാർക്സ് ആ പറഞ്ഞ നമ്മൾ നേരത്തെ വായിച്ച ആ സെൻറ്റൻസ്. അതായത് കമ്മ്യൂണിസം ഈസ് ദ ഇമാൻസിപ്പേഷൻ ഓഫ് ഹ്യൂമൻ സെൻസസ് എന്ന് പറയുന്ന ആശയത്തിൽ മാർക്സ് അവതരിപ്പിക്കുന്നൊരു കാര്യം.